ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാർ. പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഫാനിന്റെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ? അങ്ങനത്തെ എയർ മീൻസ് ഡിസ്റ്റർബൻസ് ഒന്നും, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല സാർ. ഓക്കെ. സോ അപ്പം എന്തൊക്കെയാ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു? എന്തൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു? വി ഓർ എഫ് വെക്ടർ സ്പേസ് നമ്മൾ എൽ വി എഫ് ഡിഫൈൻ ചെയ്തു, സെറ്റപ്പ് ഓൾ ലിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം വി ടു എഫ്. ആ ഫംഗ്ഷൻസ് നമ്മൾ ലിയർ ഫംഗ്ഷൻസ് എന്ന് വിളിച്ചു. നമ്മൾ സ്മോൾ എഫ് വെച്ച് ഡിനോട്ട് ചെയ്തു. പിന്നെ എന്തൊക്കെ ചെയ്ത് വീൻ്റെ ഒരു ബേസിസ് നമ്മൾ എടുത്തു, ആൽഫ 1, ആൽഫ 2 എക്സെട്ര. ആൽഫ എൻ എടുത്തിട്ട് ബീറ്റ ആണെങ്കിൽ നമുക്കൊരു ഡുവൽ ബേസിസ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തു, F1, F2 എക്സെട്ര Fn. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ബേസിക്കലി നമ്മൾ മെയിനായിട്ട് ചെയ്ത കാര്യം, ഒരു ഡുവൽ ബേസിസിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. ഓക്കെ. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൽ വി എഫ് നമ്മൾ ഡിനോട്ട് ചെയ്ത വി സ്റ്റാർ ആയിരുന്നു. ഓൾസോ ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ ഒക്കെ സെയിം ആണ്. ആൻഡ് ഈ ഡുവൽ ബേസിസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഐ ആൽഫ ജെ ഡെൽറ്റ ഐ ജെ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ തരുന്നത്. ഈ ഫങ്ഷൻസ് ഒരു ബേസിസ് ഫോം ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊരു ലീനിയർ ഫംഗ്ഷനിന്റെ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു a1 x1 plus a2 x2 etc plus an xn ആ ഫോമിലായിരിക്കും എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മൾ റിസൾട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ലീനിയർ ഫംഗ്ഷൻസ് തന്നെ ബന്ധപ്പെട്ട് നോക്കാൻ പോവാണ്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ഈ ലീനിയർ ഫംഗ്ഷൻസിനെ കൊണ്ട് നമുക്ക് കുറച്ചുകൂടി എന്തൊക്കെ തിയറി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. സോ f is a non-zero linear function, okay, defined is a non-zero linear function defined from v to f. അങ്ങനെയാണെങ്കിൽ what is the dimension of null space of f? എന്താണ് ഡയമെൻഷൻ ഓഫ് ഈ എൻ എഫ് എന്ന് ഉദ്ദേശിച്ചത് നൾ സ്പേസ് ഓഫ് എഫ് ആണ്. ക്യാപിറ്റൽ എൻ സഫിക്സ് എഫ് എന്ന് ഉദ്ദേശിച്ചത് നൾ സ്പേസ് ഓഫ് എഫ് ആണ്. അങ്ങനെയെങ്കിൽ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എഫ് എങ്ങനെയാണ് ഡയമെൻഷൻ ഓഫ് വി മൈനസ് 1 ആവുക? ഇത് ശരിയാണെന്നാണ് ആർഗ്യുമെന്റ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡയമെൻഷൻ ഓഫ് എൻ എഫ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വി മൈനസ് 1 ആയിരിക്കും. കാരണം നമ്മളൊരു വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ ആ സ്പേസിൽ ഉള്ള എൻ മൈനസ് 1 ഡയമെൻഷൻ ഉള്ള സബ് സ്പേസുകൾ നമ്മൾ ഹൈപ്പർ സ്പേസ് എന്ന് വിളിക്കും. ഒരു വെക്ടർ സ്പേസ് എടുത്തിട്ട് അതിന്റെ ഹൈപ്പർ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ വെക്ടർ സ്പേസിന്റെ എൻ മൈനസ് 1 ഡയമെൻഷനുള്ള സബ് സ്പേസസിനാണ് നമ്മൾ ഹൈപ്പർ സ്പേസസ് എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുക എന്താ വെച്ചാൽ, നിങ്ങളൊരു ലീനിയർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ലീനിയർ ഫംഗ്ഷനിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നള്ളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയമെൻഷൻ ഓഫ് വി മൈനസ് എൻ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് വി മൈനസ് 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അതെങ്ങനെ കിട്ടുക നമുക്ക്? കാരണം എഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ അങ്ങോട്ടുള്ള മാപ്പിംഗ് ബി എഫിലേക്കുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ വെക്ടർ സ്പേസ് പറഞ്ഞാൽ എഫ് ഓവർ എഫ് ആണ് അല്ലേ? എഫ് ഓവർ എഫ് ആണ്. എഫ് ഒരു നോൺ സീറോ ലീനിയർ ഫംഗ്ഷൻ ആയതിനെ കൊണ്ട് എഫിന്റെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ഏതെങ്കിലും ഒരു നിങ്ങളൊരു ബേസിസ് എലിമെന്റ് ഇമേജ് എടുത്താൽ ഒബിയസ്ലി ഒരു നോൺ സീറോ നമ്പർ നമുക്ക് അവിടെ കിട്ടും. എ നോട്ട് ഈക്വൽ ടു 0 ഇൻ എഫ് കിട്ടും അല്ലേ? അപ്പൊ ഇതിന്റെ ബേസിസ് എന്താ? അല്ലെങ്കിൽ എഫിന്റെ റാങ്ക് എന്ത് വരും? റാങ്ക് ഓഫ് എഫ് എന്താവും എഫിന്റെ? അത് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ റാങ്ക് നള്ളിറ്റി തിയറി ഉപയോഗിക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ ഇവിടെ. അതായത് റാങ്ക് ഓഫ് ഇതിപ്പോൾ നമ്മൾ എഴുതിയ നള്ളിറ്റി ആണ്, നള്ളിറ്റി ഓഫ് എഫ് എഴുതിയത്.
നമുക്ക് ഓൾറെഡി അറിയാം നള്ളിറ്റി ഓഫ് എഫ് പ്ലസ് റാങ്ക് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വി ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് നിന്നാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ശരിക്കും നോൺ സീറോ ലീനിയർ ഫംഗ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ റാങ്ക് ശരിക്കും 1 ആയിരിക്കും. ഇപ്പൊ സീറോ ഫംഗ്ഷനിലാണെങ്കിൽ എന്തായാലും എല്ലാ എൽഫൈസും സീറോയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞ എഫ് ഒരു നോൺ സീറോ ലീനിയർ ഫംഗ്ഷനിലാണെങ്കിൽ ആ ലീനിയർ ഫംഗ്ഷനിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നള്ളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് ബി -1 ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ നൾ സ്പേസ് ഈ ഒരു ലീനിയർ ഫംഗ്ഷനിലെ റാങ്ക് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. റാങ്ക് 1 ആകാൻ കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സാധാരണ നമ്മളെങ്ങനെ റാങ്ക് കാണാം, നമ്മളെല്ലാ എഫ് ഓഫ് ആൽഫ ഐസ് എല്ലാം കാണും. അതായത് ആൽഫ 1 ആൽഫ 2 സിസ്റ്റർ ആൽഫ ബീന്റെ ബേസിസ് എടുക്കും. എന്നിട്ട് അതിന്റെ ഇമേജസ് കണ്ടിട്ട് ആ ഇമേജസ് വെച്ചിട്ട് നമ്മൾ അതിലത് റിയലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അപ്പം ഇവിടെ ശരിക്കും നിങ്ങൾ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 സിസ്റ്റർ എഫ് ഓഫ് ആൽഫ കണ്ടാൽ നിങ്ങൾക്ക് വലത്ത് ഭാഗത്ത് കിട്ടാൻ പോകുന്ന എല്ലാം എഫിൽ എലിമെന്റ്സ് ആണ്. ഒരു എ കിട്ടും, ചിലപ്പോൾ വേറൊരു A2 കിട്ടും, ഒരു ബി കിട്ടും, അങ്ങനെ കുറച്ച് എലിമെന്റ്സ് കിട്ടും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എഫ് ഓവർ എഫ് എന്നാണ് വെക്ടർ സ്പേസിന്റെ ബേസിസ് പറഞ്ഞാൽ 1 ആണ്. ഒരു ബേസിസ് പറഞ്ഞാൽ സിംഗിൾട്ടൺ 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ കുറച്ച് വെക്ടേഴ്സ് എന്താ, എഫ് ഓഫ് ആൽഫ 1 എ, എഫ് ഓഫ് സപ്പോസ് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്, എഫ് ഓഫ് ആൽഫ 1 നമുക്ക് A1 കിട്ടി, എഫ് ഓഫ് ആൽഫ 2 കണ്ടപ്പോൾ A2 കിട്ടി, എക്സെട്ര എഫ് ഓഫ് ആൽഫ n കണ്ടപ്പോൾ AN കിട്ടി. അപ്പൊ നമുക്കറിയാം ഈ A1 A2 എക്സെട്ര AN എല്ലാം ബിലോങ്സ് ടു എഫ് ആണ്, എല്ലാം എഫ് എലിമെന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് വെയർ അറ്റ്ലീസ്റ്റ് വൺ AI ഈസ് നോൺ സീറോ അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു AI എങ്കിൽ നോൺ സീറോ ആവില്ല. എല്ലാ AIസും സീറോ ആയി കഴിഞ്ഞാൽ എന്താ പറ്റിയത്, എഫ് സീറോ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് എല്ലാ ഇമേജസും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ നോൺ സീറോ ഫംഗ്ഷൻ എടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു AI എങ്കിൽ ഇവിടെ നോൺ സീറോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇമേജ് ഓഫ് എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 1 എൻട്രി എങ്കിൽ നോൺ സീറോ എൻട്രി ഉണ്ട്, ഒരു AI എങ്കിൽ നോൺ സീറോ എൻട്രി ഉണ്ട്. അപ്പോൾ ഒബിയസ്ലി നിങ്ങളെ എഫ് ഓവർ എഫിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? എഫ് ഓവർ എഫിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1 കിട്ടും. കാരണം റേഞ്ച് സ്പേസ് എം ടി അല്ല, റേഞ്ച് സ്പേസ് എം ടി അല്ല, അതുപോലെ ആ റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എൻട്രി ഉണ്ട്. അപ്പൊ ആ നോൺ സീറോ എൻട്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് ആക്കി എടുത്താൽ മതി. എഫ് ഓവർ എഫ് ഞാൻ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഫ് ഓവർ എഫിന്റെ ഡയമെൻഷൻ എങ്ങനെ 1 ആയിരുന്നു. അപ്പൊ നമ്മൾ വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗിൾട്ടൺ 1 ബേസിസ് ആകും, അല്ലെങ്കിൽ സിംഗിൾട്ടൺ 2 അല്ലെങ്കിൽ സിംഗിൾട്ടൺ 100 എന്തുകൊണ്ട് എടുത്താലും അത് ബേസിസ് ആവും. അപ്പൊ ഈ കേസിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ലീനിയർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ, നോൺ സീറോ ലീനിയർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ കേസിൽ അതിന്റെ നള്ളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് V -1 ആയിരിക്കും. അല്ലെങ്കിൽ നൾ സ്പേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹൈപ്പർ സ്പേസ് ആയിരിക്കും ഓഫ് ഡയമെൻഷൻ n-1. ഓക്കെ, നൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ സ്പേസ്, ദാറ്റ് ഈസ് എ ഹൈപ്പർ സ്പേസ് മീൻസ് സബ്സ്പേസ് ഓഫ് V ഓഫ് ഡയമെൻഷൻ n-1. അതാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇനി ഓക്കെ അല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായോ? സർ മനസ്സിലായി. ഓക്കെ, ഇനി ഒരു കോൺസെപ്റ്റ് പറയാനുണ്ട്. അത് ഈ എനിഹിലേറ്റർ, ഇപ്പം ഇതൊക്കെ നമ്മൾ എന്താ പറയാ ലീനിയർ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമ്മളിപ്പോ തന്നെ പറഞ്ഞു ചില ഫംഗ്ഷൻസ് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഉണ്ടാവും. അതായത് ഏതൊരു ആൽഫ നിങ്ങൾ എടുത്താലും എല്ലാത്തിനും ഇപ്പം സീറോ ഫംഗ്ഷൻ പറഞ്ഞല്ലോ. സീറോ ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ പറഞ്ഞു, സീറോ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു, ഇപ്പൊ ഈ എല്ലാ ബേസിസ് എല്ലാ എലിമെന്റ്സിനെയും സീറോയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് വെച്ചാൽ അത് ശരിക്കും ഒരു സീറോ ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? കാരണം നിങ്ങൾ ഏത് എലിമെന്റ് എടുത്താലും അത് സീറോയിലേക്കാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് സീറോ ഫംഗ്ഷൻ എന്ന് വിളിക്കും. അതായത് എഫ് നമുക്ക് ഐഡന്റിക്കലി ഒരു സീറോ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് A1 സീറോ ആയിരിക്കും, A2 സീറോ ആയിരിക്കും, എക്സെട്ര AN സീറോ ആയിരിക്കും. അപ്പൊ ഏതൊരു ആൽഫ നിങ്ങൾ ഇപ്പം A1 ആൽഫ 1 എക്സെട്ര പ്ലസ് AN ആൽഫ എടുത്താലും നിങ്ങൾ എഫ് ആൽഫ കാണുമ്പോൾ എന്ത് വരും, A1 ഇൻറ്റു എഫ് ഓഫ് ആൽഫ 1 പ്ലസ് A2 ഇൻറ്റു എഫ് ഓഫ് ആൽഫ 2 എക്സെട്ര പ്ലസ് AN ഇൻറ്റു എഫ് ഓഫ് ആൽഫ എന്ന് വരും. പക്ഷേ ഈ എൽഫൈസ് എല്ലാം സീറോ സാധനം കൊണ്ട് ഇത് മൊത്തത്തിൽ സീറോ ആയിരിക്കും. അതായത് ഏതൊരു ആൽഫ എടുത്താലും എഫ് ആൽഫ എന്ന് പറഞ്ഞ സാധനം സീറോ ആയിരിക്കും. അപ്പൊ അത് എഫ് ഒരു സീറോ ഫംഗ്ഷനാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫംഗ്ഷൻസ്, പ്രത്യേകതയുള്ള ഫംഗ്ഷൻസ് നമ്മളെ ഈ സ്പേസിൽ ഉണ്ടാവും. അതായത് വി സ്റ്റാറിൽ പല ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. വി സ്റ്റാർ എന്ന് പറഞ്ഞാൽ LVF സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫംഗ്ഷൻസ് ഫ്രം V to F ഇങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഫംഗ്ഷൻസ് ഉണ്ടാവും. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു
ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയ ഡെഫിനേഷൻ പറയാം. ഇഫ് വി ഇസ് എ വെക്ടർ സ്പേസ് ഓർ ദ ഫീൽഡ് ആൻഡ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് വി. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വെക്ടർ സ്പേസ് ഉണ്ട്, വി, അതിൻ്റെ ഒരു സബ്സെറ്റ് എടുത്തു. നമ്മൾ ഒരു വി എന്ന വെക്ടർ സ്പേസ് ഉണ്ട്, അതിൻ്റെ സബ്സെറ്റ് എസ് എടുത്തു. ആൻഡ് ദ എനിഹിലേറ്റർ ഓഫ് എസ്, ശ്രദ്ധിക്കുക, എനിഹിലേറ്റർ ഓഫ് എസ് ഈസ് എ സെറ്റ് എസ് നോട്ട്. എസ് മുകളിലൊരു 0, എസ് നോട്ട് ഓഫ് ലീനിയർ ഫങ്ഷണൽസ് എഫ് ഓൺ വി സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ഫോർ എവറി ആൽഫ ഇൻ എസ്. അതായത് എസ് എന്നൊരു സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എസ് നോട്ട് എന്ന സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എവിടെ? അത് വി സ്റ്റാറിൽ നമുക്കൊരു എസ് നോട്ട് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എസ് നോട്ടിൽ സെറ്റിലെ എലിമെന്റ്സ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എസ് നോട്ട് സബ്സെറ്റ് ഓഫ് വി സ്റ്റാർ ആയതുകൊണ്ട് അതിലുള്ള എസ് നോട്ടിലെ എലിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലീനിയർ ഫംഗ്ഷൻസ് ആയിരിക്കും, കുറച്ച് എഫുകളായിരിക്കും. ആ എസ് നോട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഈ എസ്സിലുള്ള ഏത് ആൽഫ എടുത്താലും, അതായത് ഈ എസ്സിലുള്ള ഏത് ആൽഫ എടുത്താലും നിങ്ങൾ എഫ് ഓഫ് ആൽഫ 0 ആയിട്ടുള്ള എല്ലാ എഫുകളും, അതാണ് എസ് നോട്ടിൽ ഉണ്ടാവുക. അതായത് നിങ്ങളൊരു സെറ്റ് എസ് എടുക്കുക ബിന്റെ, അതിൽ ഒരുപാട് എലിമെന്റ്സ് ഉണ്ടാവും, കുറേ ആൽഫാസ് ബീറ്റാസ് ഒക്കെ ഉണ്ടാവും. അപ്പം ചില എഫുകൾക്ക്, നിങ്ങളുടെ വി സ്റ്റാറിലുള്ള ചില എഫുകൾക്ക് എഫ് ഓഫ് ഈ എലിമെന്റ്സ്, ഇതിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും നിങ്ങൾ ഫംഗ്ഷൻ വാല്യൂ കാണുകയാണെങ്കിൽ 0 തന്നെ കിട്ടും. അങ്ങനത്തെ എലിമെന്റ്സ്, അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ എന്താ പറയാ ഈ സെറ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. അത് എനിഹിലേറ്റർ ഓഫ് എസ്. അതായത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെറ്റ് എസ് നോട്ട് ഓഫ് ലീനിയർ ഫംഗ്ഷണൽസ് എഫ് ഓൺ വി സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഇസ് 0 ഫോർ എവറി ആൽഫ ഇൻ എസ്. ഏത് ആൽഫ നിങ്ങൾ ഈ എസ് എടുത്താലും, ഈ എസ്സിൽ ഏത് എലിമെന്റ് എടുത്താലും നിങ്ങൾ എഫ് ഓഫ് ആ പെർട്ടിക്കുലർ ആൽഫ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് വേറൊരു ബീറ്റ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് ബീറ്റയും 0 ആയിരിക്കും. ഇതിൽ ഏത് എലിമെന്റ് നിങ്ങൾ എടുത്താലും എഫ് ഓഫ് ദാറ്റ് എലിമെന്റ് വിൽ ബി 0. അപ്പൊ എഫ് അവിടെ ഉണ്ടാവും, എസ് നോട്ടിൽ ഉണ്ടാവും. ഇതുപോലെ വേറൊരു ജി സപ്പോസ് നിങ്ങൾക്ക് കിട്ടുകയാണ് സച്ച് ദാറ്റ് നിങ്ങൾ ജി ഓഫ് ആൽഫ കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് 0 കിട്ടി. ജി ഓഫ് ബീറ്റ കണ്ടുപിടിച്ചു, 0 കിട്ടി. ജി ഓഫ് ഇതിൽ ഈ സെറ്റിൽ ഏത് എലിമെന്റ് എടുത്താലും നമുക്ക് ജി ഓഫ് ആൽഫ 0 കിട്ടുന്നുണ്ടെങ്കിൽ ഈ ജി അവിടെ ഉണ്ടാവും, എസ് നോട്ടിൽ ഉണ്ടാവും. അങ്ങനത്തെ ഫങ്ഷൻസിന്റെ കളക്ഷൻ ആണ് എസ് നോട്ട്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എസ് നോട്ട് ഒരു സബ് സ്പേസ് ആയിരിക്കും, വി സ്റ്റാറിന്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും എസ് നോട്ട്. നിങ്ങൾ വെരിഫൈ ചെയ്യുക. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എസ് സിംഗിൾട്ടൺ 0 ആണെങ്കിൽ എസ് നോട്ട് എന്താ വരിക? എസ് എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ 0 എന്ന സെറ്റ്, അതായത് വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് എടുത്തു, നമ്മൾ എസ് എടുത്തു. ആ എസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു എലിമെന്റേ ഉള്ളൂ, സിംഗിൾട്ടൺ 0. അങ്ങനെയാണെങ്കിൽ എസ് നോട്ട് എന്തായിരിക്കും? എന്തായിരിക്കും എസ് നോട്ട്? എസ് എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ 0 ആണ്. അതായത് ഈ സ്പേസ് എസ്സിൽ ആകെ ഒരു എലിമെന്റേ ഉള്ളൂ, അതായത് 0 എന്ന എലിമെന്റ് മാത്രം അടങ്ങുന്ന ആ സെറ്റാണ് നമ്മൾ എസ്, വിന്റെ സബ്സെറ്റ്. അങ്ങനെയാണെങ്കിൽ എസ് നോട്ട് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അതായത് സെറ്റ് ഓഫ് ഓൾ എഫ് ഫോർ വിച്ച് എഫ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0 ഫോർ എവറി ആൽഫ ഇൻ എസ്. എസ്സിലുള്ള ആൽഫ പറഞ്ഞാൽ ഇവിടെ ഒരു ആൽഫ മാത്രമേ ഉള്ളൂ, അത് 0 ആണ്. അപ്പം എഫ് ഓഫ് 0 ഈക്വൽ ടു 0 കിട്ടുന്ന എല്ലാ എഫുകളും ആണ് നമ്മളെ ടാർഗറ്റ്. അതെന്താ, ഏതാ വരിക? എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ഫോർ എവറി ആൽഫ ഇൻ എസ്. അപ്പൊ ഇവിടെ ആൽഫ പറഞ്ഞാൽ ആകെ ഒറ്റ എലിമെന്റ് ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. അപ്പം എഫ് ഓഫ് 0 ഈ എസ് നോട്ട് ഉണ്ട്. അപ്പം ഇവിടെ എന്താ വരിക? ആൻസർ ആയിട്ട് എന്താ വരിക? എസ് നോട്ട് എന്തായിരിക്കും? എസ് നോട്ട് എന്തായിരിക്കും? സീറോ തന്നെയല്ലേ വരിക? പറയും. അതായത് ചോദ്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? പറഞ്ഞെന്താന്ന് മനസ്സിലായോ? ചോദ്യം ക്ലിയർ ആയോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റക്ക് ആവുന്നില്ല? കാരണം ഞാൻ സാധാരണ ക്ലാസ്സിൽ സ്ഥലത്തല്ലല്ലോ, ഞാൻ വേറെ സ്ഥലത്തല്ല. റേഞ്ച് കുറച്ച്
കുറവുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട് സർ. ഓക്കെ. അപ്പം ചോദ്യം ഇതാണ്, ചോദ്യം ഇതാണ്, നമ്മളൊരു വെക്ടർ സ്പേസ് എടുത്തു വി, അതിൻ്റെ ഒരു സബ് സ്പേസ് എടുത്തു, സബ്സെറ്റ് എടുത്തു എസ്. ഇനി ഈ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പുതിയ സെറ്റ് ഡിഫൈൻ ചെയ്യാണ്, എസ് നോട്ട്. ഈ എസ് നോട്ട് പറഞ്ഞാൽ വേറെ അല്ല, വി സ്റ്റാറിലുള്ള ഒരു സബ്സെറ്റ് ആണ് എസ് നോട്ട്. കാരണം എസ് നോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എഫ് ഫോർ വിച്ച് എഫ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ആൽഫ ഇൻ എസ് എന്നാണ്. ഇവിടെയുള്ള ഏത് ആൽഫ എടുത്താലും എല്ലാ ആൽഫകളുടെയും ഇമേജ് ഈ എഫ് 0യിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ന് പറയാം, ഈ എഫ് എസ് നോട്ടിൽ ഉണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ എസ് നോട്ട് എടുക്കുന്നത്. അത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്താ എസ് നോട്ട് എന്നുള്ള ക്ലിയർ ആയോ? എന്താ എസ് നോട്ട് എന്നുള്ള ക്ലിയർ ആയോ? മനസ്സിലായി സർ. എന്താണ് എസ് നോട്ട്? ഇപ്പം R3/R എടുത്തു, 1 1 1 1 1 0 1 0 0 ഒരു സെറ്റ് എസ് എടുത്തു. ഓക്കെ, ഇതിനെല്ലാം നിങ്ങൾക്ക് എസ് നോട്ട് പറയാൻ പറ്റുമോ? എസ് നോട്ടിൽ ഒരു എലിമെന്റ് പറയാൻ പറ്റുമോ? അത് നമ്മൾ വെക്ടർ സ്പേസ് ഇവിടെ R3/R ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ലീനിയർ ഫംഗ്ഷൻസ് എന്നാൽ R3 നിന്ന് ആറിലേക്ക് ആയിരിക്കും. എഫ് ഫ്രം വി ടു എഫ്. ഓക്കെ, എഫുകൾ നമ്മൾ വേണ്ട എഫുകൾ ലീനിയർ ഫംഗ്ഷൻസ് എന്നാൽ R3 നിന്ന് ആറിലേക്ക് ആയിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, ക്യാൻ യു ഡിഫൈൻ വൺ എഫ് വിച്ച് ഇസ് ഇൻ എസ് നോട്ട്? എസ് നോട്ടിലുള്ള ഒരു എഫ് പറയാൻ പറ്റുമോ നമുക്ക്? ഒരു എക്സാമ്പിൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞോളൂ, നമുക്ക് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ if I say it is if I say it to be x minus y, okay, x minus y, എങ്കിൽ ഈ എഫ് എസ് നോട്ടിലുണ്ടോ? ഈ എഫ് എസ് നോട്ടിലുണ്ടാവുമോ? ഇതൊരു എഫ് അല്ലേ? ഏതൊരു ഫംഗ്ഷനിലാണ്, ഒരു ഫംഗ്ഷനിലാണ്. ഇപ്പൊ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ ഇമേജ് നമുക്ക് കിട്ടുന്നത് ആറിൽ എലിമെന്റ് ആണ്. ഇത് എസ് നോട്ടിലുണ്ടോ ഈ എലിമെന്റ്? എന്തുകൊണ്ടാ? 1 1 0 ഉണ്ടാവില്ലേ? എങ്ങനെ? 1 0 1 1 1 1 XYZ എന്ന കമ്പോണൻസ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഒന്നുകൂടെ പറയും. 110 x minus 1 1 minus 1 f of alpha equal to 0 എന്ന് വരുന്നത്. അപ്പൊ എന്താ കിട്ടുക? എക്സ് മൈനസ് വൈ. 1 minus 1 minus 1 0. 0 എഫ് ഓഫ് 1 1 0 എടുത്താൽ 1 minus അതും 1 എക്സ് 0. മൈനസ് വൈ എന്നാണ്. അതായത് 1 minus 1 0. തേർഡ് വണ്ണ് തേർഡ് വണ്ണ് 1 minus 0 1 ആയില്ലേ? പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? എല്ലാ ഞാൻ ആൽഫക്കും ചോദിച്ചത് 0 എല്ലാ ആൽഫയ്ക്കും, അതെ 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 അതെ, ഈ ഉള്ള എല്ലാ ആൽഫയ്ക്കും ഈ എഫ് ഓഫ് 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? എഫ് എസ് നോട്ടിലുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ഒന്ന് ഉറപ്പാണ്, എഫ് എസ് നോട്ടിലുള്ളതല്ല. പക്ഷെ നമുക്ക് വേണം ഒരു കാര്യം ചെയ്യായിരുന്നു, നമുക്ക് ഇയാളെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഒരു സെറ്റ് ഇങ്ങനെ എടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? ഈ ഫംഗ്ഷൻ ഈ എഫ് എസ് നോട്ടുള്ളതാന്ന് പറയാം. കാരണം ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് രണ്ടും, ഇപ്പൊ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് രണ്ടും ശരിയായി. ഏതൊരു ആൽഫയ്ക്കും എസ് ഉള്ള ഏത് ആൽഫയ്ക്കും എഫ് ഓഫ് ആൽഫ 0 ആണ്. ഓക്കെ,
അത് ചെറിയൊരു എക്സാമ്പിൾ, അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, അപ്പം ഈ എസ് എന്ന് പറഞ്ഞ സെറ്റ് സിംഗിൾട്ടൺ 0 ആണെങ്കിൽ എസ് നോട്ട് എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട അത്രേ ഉള്ളൂ, സീറോനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എസ് നോട്ടിലുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാ? ഏതൊക്കെയാ? സീറോനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സ് നോട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാ? ഫങ്ഷൻസ് ഏതൊക്കെയാ? പെട്ടെന്ന് പറയും, നമുക്ക് ഈ ഒരു 2-3 റിസൾട്ട് കൂടെ നോക്കാണ്ടെന്ന്. ഏതൊക്കെയാ? എസ് എന്ന സിംഗിൾട്ടൺ 0 ആണ്. സിംഗിൾട്ടൺ 0 ആണ് നിങ്ങളെ വെക്ടർ സ്പേസ് അല്ല, സിംഗിൾട്ടൺ 0 എലിമെന്റ് ആ വെക്ടർ സ്പേസ് വിത്ത് ഡയമെൻഷൻ 0 അല്ലെ? സിംഗിൾട്ടൺ 0 പറഞ്ഞാൽ ഇറ്റ്സ് എ സബ്സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് വിത്ത് ഡയമെൻഷൻ 0. അത് വെക്ടർ സ്പേസും ആണ്. ഏത് വെക്ടർ സ്പേസ് എടുത്താലും അതിന്റെ ഒരു സബ്സ്പേസ് ആണ് സിംഗിൾട്ടൺ 0. അതിലുള്ള 0, അപ്പൊ നൊട്ടേഷൻ മാത്രമാണ് 0 പറഞ്ഞാൽ അതിൽ എന്താണോ 0 എലിമെന്റ് ആ സിംഗിൾട്ടൺ 0. അപ്പൊ ചോദ്യം എന്താണ് എസ് നോട്ട് എന്നാണ്. എന്താ എസ് നോട്ട്? അതായത് ഈ ഇതിലിപ്പോ ഇത്രല്ലേ ഉള്ളൂ, ഏത് ഫോർ എവറി ആൽഫ ഇൻ എസ് എഫ് ആൽഫ 0 ആവുന്ന എഫുകൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഓൾറെഡി ഒറ്റ ആൽഫയെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2 ഉണ്ടായിരുന്നു. ഇവിടെ ഈ എഫ് ഓഫ് 0 0 ആവുന്ന ലീനിയർ ഫംഗ്ഷൻസ് എടുക്കുക, ഇവിടുന്ന് എടുക്കുക, വി സ്റ്റാർന്ന് എടുക്കുക. അപ്പൊ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? വി സ്റ്റാർ ആണ് സർ. അതെങ്ങനെ വി സ്റ്റാർ വരുന്നത്? അതായത് പറഞ്ഞത് ശരിയാണ്. എങ്ങനെ കിട്ടിയേ? ഈ എഫിന്റെ പ്രത്യേകത എന്താ? എഫ് ഒക്കെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണോ? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ? ഫീൽഡ് എഫ്. ഫീൽഡ് എഫ്. ഇത് ഞാൻ ഉദ്ദേശിച്ച സ്മോൾ എഫ് ആണ്, ക്യാപിറ്റൽ എഫ് അല്ല. സ്മോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആവുന്ന എല്ലാ എഫുകളുടെയും കളക്ഷൻ. വി സ്റ്റാർ എന്ന സംഭവം ശരിയാ നിങ്ങൾ പറഞ്ഞത്, പക്ഷെ എങ്ങനെയാ വി സ്റ്റാർ കിട്ടിയത്? അതെ, നമുക്ക് പറയാം. വി സ്റ്റാർ എൽ ഡി ഡബ്ല്യു എന്ന സ്പേസ് എന്താ? എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും ഫ്രം വി ടു ഡബ്ല്യു. അതുപോലെ എൽ ഇ എഫ് എന്ന് പറഞ്ഞ സ്പേസ് എന്താ? അതാണ് നമ്മുടെ വി സ്റ്റാർ. സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം വി ടു എഫ്. വി എഫിലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനാണ് നമ്മൾ ഫങ്ഷണൽസ് എന്ന് പറയാം, അല്ലേ? അപ്പൊ നമ്മൾ ടിക്ക് പകരം നമ്മൾ ഉപയോഗിച്ച നൊട്ടേഷൻ എഫ് ആയിരുന്നു. ടി എന്നാണ് ഉപയോഗിക്കുന്നത് പകരം നമ്മൾ ഇവിടെ ഫംഗ്ഷണൽസിന്റെ കേസിൽ നമ്മൾ എഫ് സ്മോൾ എഫ് എന്ന് ഉപയോഗിച്ചത്. അത്ര വ്യത്യാസമില്ലല്ലോ, അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത എന്താ? ടി ഓഫ് 0 എപ്പോഴും 0 ആയിരിക്കില്ലേ? നമ്മൾ പണ്ട് പ്രൂവ് ചെയ്തല്ലേ? ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് കാണിക്കാൻ ടി ഓഫ് 0 നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ടി ഓഫ് 0 0 അല്ലെങ്കിൽ ഒരിക്കലും അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവില്ല. ഇത് നമ്മൾ പണ്ട് പ്രൂവ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പ്രൂവ്. ടി ഓഫ് 0 ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് 0. ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ടി ഓഫ് 0 പ്ലസ് ടി ഓഫ് 0 എന്ന് വരും. അപ്പോൾ നമുക്ക് സംതിങ് ലൈക്ക് എ ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ഫോമില കിട്ടും. അതായത് എ ഈക്വൽ ടു 0 എന്ന് വരും. ടി ഓഫ് 0 ഈക്വൽ ടു 0 ഫോം. ഇത് നമ്മൾ പണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് റിസൾട്ടൊക്കെ. അപ്പൊ ഇത് എസ് 0 ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് എഫിനും എഫ് ഓഫ് 0 പറഞ്ഞാൽ 0 ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? നിങ്ങൾ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് വി സ്റ്റാർ ആയിരിക്കും. വി സ്റ്റാറിലുള്ള എല്ലാ ഫംഗ്ഷനിലും നിങ്ങൾ എസ് നോട്ടിൽ ഉണ്ടാവും. കാരണം എല്ലാ എഫ് ഓഫ് 0 0 ആണ്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഈ 0 മാത്രം ചെക്ക് ചെയ്യാൻ മതി. എഫ് ഓഫ് 0 മാത്രം ചെക്ക്, കാരണം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി എസ് വി ആണെങ്കിൽ എന്ത് സംഭവിക്കും എസ് നോട്ടിന് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, എസ് വി ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് എസ് വി എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് വി ആണ് നിങ്ങൾ എസ് ആയി ചൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എസ് നോട്ട് എന്തായിരിക്കും? അത് എല്ലാ വിയിലുള്ള എല്ലാ എലിമെന്റ്സിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്?
വേറൊന്നുമില്ല, ഇതാ നിങ്ങള് ഏതാ എല്ലാ ഈ വിയിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? വേറൊന്നുമല്ല, എന്താണത്? സീറോ സബ്സ്പേസ് ഓഫ് വി സ്റ്റാർ ആണ്. സീറോ സബ്സ്പേസ് സീറോ സബ്സ്പേസ് ഓഫ് വി സ്റ്റാർ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? സീറോ ഫങ്ഷൻ ആണ്, ഫങ്ഷണൽ അല്ലേ? നമുക്ക് ഐഡന്റിക്കൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഇവിടെ എഫ് ഐഡന്റിക്കൽ ഈക്വൽ ടു എഴുതിയിട്ടുണ്ട്. ഈ ആള്, അതായത് എല്ലാ വാല്യൂസിനെയും സീറോയിലേക്ക് വിടുന്ന ഒരാളുണ്ട്. അതായത് ഈ സീറോ എന്ന എഫിലുള്ള എലിമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എഫ് ഉണ്ട്. അതാണ് നമ്മുടെ സീറോ ഫംഗ്ഷൻ. ആ സിംഗിൾട്ടൺ ആ സെറ്റ് ആണല്ലോ സീറോ സബ്സ്പേസ് ഓഫ് വി സ്റ്റാർ എന്ന് പറഞ്ഞത്. അവിടെ സീറോ സബ്സ്പേസ് ഓഫ് വി സ്റ്റാർ എന്ന് പറയാൻ കാരണം അപ്പൊ എസ് ഈക്വൽ ടു വി ആണെങ്കിൽ എസ് നോട്ട് പറഞ്ഞാൽ സിംഗിൾട്ടൺ സീറോ ആണ്. ആ സിംഗിൾട്ടൺ സീറോ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷനാണ്, ഫംഗ്ഷണലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സംതിങ് വാട്ട് യു മീൻ ബൈ അനിഹിലേറ്റർ ഓഫ് സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ്. ഓക്കെ, അപ്പം ഇവർ തമ്മിൽ കുറച്ച് റിലേഷൻ ഒക്കെ ഉണ്ട്. അതായത് ഡബ്ല്യു, അപ്പം ഈ എന്താ പറയാ, ഡബ്ല്യു നിങ്ങളൊരു സെറ്റ് സബ്സ്പേസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എസ് ഒരു സബ്സ്പേസ് എടുക്കുകയാണെങ്കിൽ, അതിന്റെ എസ് നോട്ടും ഈ എസും തമ്മിൽ ഒരു റിലേഷൻ പറയാൻ പറ്റും നമുക്ക് ഫൈനൈറ്റ് ഡയമെൻഷണൽ കേസിൽ. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉള്ള എഫുകൾ നമ്മൾ തപ്പിയെടുത്തു. അതായത് അവർ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റിലെ എല്ലാ എലിമെന്റ്സിനും അവർ സീറോയിലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെ മാപ്പ് ചെയ്യുന്ന എല്ലാ എഫുകളുടെയും കളക്ഷനാണ് നമ്മൾ എസ് നോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം അനിഹിലേറ്റർ ഓഫ് ആ പർട്ടിക്കുലർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, എസ് ഒരു സബ്സ്പേസ് എടുക്കുകയാണെങ്കിൽ ആ സബ്സ്പേസ് എസിന്റെയും അതുപോലെ എസ് നോട്ടിന്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് അവർ തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ റിലേഷൻ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഡയമെൻഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഫൈനൈറ്റ് ഡയമെൻഷണൽ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ഒരു സിംഗിൾ നമ്പർ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. സോ ബി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് ആൻഡ് ലെറ്റ് ഡബ്ല്യു ബി എ സബ്സ്പേസ് ഓഫ് വി ആണെങ്കിൽ എപ്പോഴും ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് വി നോട്ട് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. സോറി, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നോട്ട് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. ഇതാണ് ആ റിലേഷൻ. ഇപ്പം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്പേസ് എടുക്കുക വിന്റെ, എന്നിട്ട് ഡബ്ല്യു നോട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഉറപ്പായി ഡബ്ല്യു നോട്ട് പറഞ്ഞാൽ എവിടെയാണ് ഉണ്ടാവുക? ഡബ്ല്യു നോട്ട് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷണൽസ് ഇൻ വി സ്റ്റാർ ഫോർ വിച്ച് എഫ് ഓഫ് ആൽഫ ഇസ് സീറോ ഫോർ ഓൾ ആൽഫ ഇൻ ഡബ്ല്യു. ഡബ്ല്യു ഉള്ള എല്ലാ ആൽഫകളുടെയും എല്ലാ ആൽഫനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷണൽസ് ഉണ്ടാവും വി സ്റ്റാറിൽ. ആ ഫങ്ഷണൽസ് അല്ലെങ്കിൽ ആ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ആ കളക്ഷനാണ് ഡബ്ല്യു നോട്ട്. ഡബ്ല്യു നോട്ട് എന്താ എല്ലാവർക്കും മനസ്സിലായില്ലേ? സീറോ ഫംഗ്ഷൻ തന്നെയാണോ സാറേ ഡബ്ല്യു നോട്ട്? ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സീറോ എവിടെ ഫംഗ്ഷൻ തന്നെയല്ലേ? ഡബ്ല്യു നോട്ട് എന്ന് പറഞ്ഞത്? അതെങ്ങനെയാ ഹലോ, സീറോ ഫംഗ്ഷൻ മാത്രം വരിക? അല്ല, കാരണം ഇവിടെ നമ്മൾ എടുത്തത് ഡബ്ല്യു എന്ന സബ്സ്പേസ് ഓഫ് വി ആണ്. അതായത് എസ് ഇപ്പൊ ഡബ്ല്യു നിങ്ങൾ ഫുൾ ഓഫ് വി എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു നോട്ട് സീറോ ഫംഗ്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഡബ്ല്യു നിങ്ങൾ വി തന്നെ എടുക്കുക പറഞ്ഞാൽ സീറോ, നിങ്ങൾ പറഞ്ഞ സീറോ ഫംഗ്ഷൻ മാത്രം, ക്യാപിറ്റൽ സീറോ എന്ന് എഴുതാം, ഫംഗ്ഷൻ തന്നെ. ഓക്കെ, ഇപ്പൊ നമ്മൾ തൊട്ട് മുകളിൽ എഴുതിയല്ലോ, എസ് എന്ന് പറഞ്ഞ സെറ്റ് വി ആകുമ്പോൾ എസ് നോട്ട് സീറോ സബ്സ്പേസ് ഓഫ് വി സ്റ്റാർ ആണ്. ഇപ്പൊ സീറോ ഫംഗ്ഷൻ മാറും. പക്ഷെ ഇവിടെ നമുക്ക് വി സബ്സ്പേസിനെ പറഞ്ഞോളൂ. ഇവിടെ ഞാൻ സബ്സ്പേസിനെ പറഞ്ഞോളൂ. അപ്പൊ അത് സ്ട്രിക്ട്ലി പ്രോപ്പർ, അപ്പൊ ഇൻ ജനറൽ റിസൾട്ട് ആണ്. ഓക്കെ, ജനറൽ ആയിട്ട് റിസൾട്ട് ആണ്. അപ്പൊ ഈ കേസിൽ ഇപ്പം ഓക്കെ. ഡബ്ല്യു വി ആയിക്കോണമെന്നില്ല, വി അതിന് പ്രോപ്പർ സബ്സ്പേസ് എടുക്കാം നമുക്ക്. അങ്ങനെയാകുന്ന കേസിൽ അത് തെറ്റായിരിക്കും. അങ്ങനെ. ഓക്കെ, നമുക്ക് റിസൾട്ട് നോക്കാം. സോ ഇത് ചെറിയൊരു സിമ്പിൾ ആയിട്ട് പ്രൂഫാണ്. ഇതിൽ നമ്മൾ പ്രൂഫ് എങ്ങനെ പോകുന്ന വെച്ചാൽ, നമ്മളൊരു സെറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം, നമുക്ക് വിൽ ഗോ സ്ട്രേറ്റ് അവേ. ചെറിയ പ്രൂഫാണ്, അത്ര ലെങ്തി അല്ല, അത് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാം. ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് ഓഫ് വി. ഇപ്പം വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്.
അപ്പോൾ ഓബിയസ്ലി അതിൻ്റെ സബ്സ്പേസും 5 ഡയമെൻഷനിലായിരിക്കും. അപ്പം ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നമുക്ക് കെ എടുക്കാം, ഒരു കെ എന്ന നമ്പർ എടുക്കാം. എന്നിട്ട് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ കെ എന്ന് പറഞ്ഞത് ഡബ്ല്യൂൻ്റെ ബേസിസ് എടുക്കാം. ഓക്കെ, വി 5 ഡയമെൻഷനിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന ഡയമെൻഷൻ ശരിക്കും വിൻ്റെ എൻ ആണ്. ഓക്കെ, കാരണം നമ്മളിവിടെ എൻ എലിമെന്റ്സ് എടുക്കുന്നുണ്ട് ഫർദർ. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എൻ എടുക്കുകയാണ്, അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ആണ്. അപ്പം അതിന്റെ സബ്സ്പേസ് ആണ് ഡബ്ല്യു. അപ്പോൾ ഒബിയസ്ലി ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ ഈക്വൽ ഡയമെൻഷൻ ഓഫ് വി. അപ്പം അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. സേ ഇറ്റ് ഇസ് കെ. സപ്പോസ് നമ്മൾ അതിനെ കെ എന്ന് എടുക്കാന്ന് വിചാരിക്കാം. അപ്പോൾ കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ കെ ബി എ ബേസിസ് ഓഫ് ഡബ്ല്യു. നമ്മൾ അത് അസ്യൂം ചെയ്യണം. ലെറ്റ് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ കെ ബി എ ബേസിസ് ഫോർ ഡബ്ല്യു. ഇനി ചൂസ് വെക്ടേഴ്സ് alpha k plus 1 etc alpha n in v such that alpha 1 alpha 2 etc alpha n is a basis for v. അത് സാധിക്കും. അത് നമ്മൾ പണ്ട് ചെയ്ത റിസൾട്ടാണ്. അതായത് നിങ്ങൾ ഇതൊരു ലീനിയർലി ഇതൊരു ബേസിസ് ആണല്ലോ, ഇതൊരു ബേസിസ് ആണ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വിൻ്റെ ബേസിസിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു n ഡയമെൻഷണൽ ബേസിസിലേക്ക് n ഡയമെൻഷനുള്ള ഒരു സെറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ പണ്ട് ചെയ്തൊരു റിസൾട്ടാണ്, അത് കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്ത റിസൾട്ടാണ് അല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് ആണ് സേ ആൽഫ കെ പ്ലസ് 1 എക്സെട്ര ആൽഫ എൻ ഇൻ വി. സോ ഇഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ is a basis for w, choose vectors alpha k plus 1 alpha k plus 2 എക്സെട്ര ആൽഫ എൻ വി such that ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് പറഞ്ഞാൽ ബേസിസ് ഫോർ വി ആണ്. അതായത് ഈ സെറ്റിന്റെ കൂടെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറഞ്ഞാൽ കെ എലിമെന്റ്സ് ആയി സെറ്റിൽ. ഇതിനൂടെ ബാക്കി ഒരു n മൈനസ് കെ എലിമെന്റ്സ് കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അതായത് ആൽഫ കെ പ്ലസ് 1 എക്സെട്ര ആൽഫ എൻ വരെ. അപ്പോൾ അത് മൊത്തത്തിൽ എന്തായി? n ഡയമെൻഷൻ ആണ് നമ്മൾ വീൻ്റെ വെക്ടർ സ്പേസ് എടുത്തിരുന്നത്. അപ്പോൾ അത് നമ്മൾ വീൻ്റെ ബേസിസ് ആക്കി എടുക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇഫ് യു ഹാവ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ലൈക്ക് ദിസ് യു ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ് ടു എ ബേസിസ് ഓഫ് വി. അത് നമ്മൾ പണ്ട് പറഞ്ഞ റിസൾട്ടാണ്. ഓക്കെ, ഇനി അപ്പം ഒരു ബേസിസ് നമുക്ക് വീക്ക് ഉണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്കൊരു ഡുവൽ ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്കറിയാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തൊരു കാര്യം. ഓക്കെ, ഒരു ബേസിസ് വീക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡുവൽ ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ലെറ്റ് f1 f2 എക്സെട്ര fn ബി ദ ബേസിസ് ഫോർ വി സ്റ്റാർ വിച്ച് ഇസ് ഡുവൽ ടു ദിസ് ബേസിസ്. അതായത് ഈ ബേസിസിന് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് പറഞ്ഞ ഈ ബേസിസിന് ഡുവൽ ആയിട്ടുള്ള ബേസിസ് ആണ് സേ ദിസ് വൺ f1 f2 എക്സെട്ര fn. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ യുണീക് കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഇനി നമ്മുടെ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു പറഞ്ഞാൽ എത്രയാണ്? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നമ്മൾ എടുത്തിരിക്കുന്നത് കെ എന്നാണ് അല്ലേ. കാരണം ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ആണ് ബേസിസ് ഓഫ് ഡബ്ല്യു എടുത്തത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നമ്മൾ എടുത്തിരിക്കുന്നത് കെ എന്നാണ്. ഡയമെൻഷൻ ഓഫ് വി എടുത്തത് നമ്മൾ എൻ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ എഫ് കെ പ്ലസ് 1 എക്സെട്ര എഫ് എൻ ഇസ് എ ബേസിസ് ഓഫ് അനിഹിലേറ്റർ ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഡബ്ല്യു നോട്ട് എന്ന സ്പേസിന്റെ ആ സ്പേസിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഈ ഫങ്ഷൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മളെ ഈ ഫങ്ഷൻസ് എന്തൊക്കെയാ? f1 f2 എക്സെട്ര എഫ് കെ ഉണ്ട്, പിന്നെ എഫ് കെ പ്ലസ് 1 എക്സെട്ര എഫ് എൻ ഉണ്ട്. ഇതാണ് നമ്മളെ ബേസിസ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത്രയും ഫങ്ഷൻസ് ആണ് ഡബ്ല്യു നോട്ടിന്റെ ഒരു ബേസിസ് ആവുക. That is, the claim is that fk plus 1 etc fn is a basis for the annihilator of w naught. Okay, clearly നമുക്കറിയാം നമ്മൾ ഡുവൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഡുവൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്തത്? fi ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ജെ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ഡുവൽ ബേസിസ് ഓഫ് ആൽഫ ബീറ്റ എന്ന സെറ്റ് നമ്മൾ എടുക്കാറ്. അപ്പം ഇവിടെ എന്താണ് എഫ് കെ പ്ലസ് 1 ഓഫ് ആൽഫ 1? എന്താ വരിക? കെ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് കെ പ്ലസ് 1 ഓഫ് ആൽഫ 1 എന്താ വരിക? എന്താണ്? പറയൂ, എന്താ വരിക? 0. അതെ, കാരണം നമ്മൾ ഡിഫൈൻ ചെയ്ത ഡെൽറ്റ ഐ ജെ എന്നാണ്. അതായത് ഇപ്പോൾ 1ഉം കെ പ്ലസ് 1ഉം സെയിം അല്ലെങ്കിൽ അത് 0 വരും അല്ലേ. അപ്പൊ അത് 0 ആവും. എഫ് കെ പ്ലസ് 2 ഓഫ് എഫ് കെ പ്ലസ് 1 ഓഫ് ആൽഫ 2 എന്താണ്?
എഫ് കെ പ്ലസ് വൺ ഓഫ് സെയിം ഫംഗ്ഷൻ തന്നെ ഫംഗ്ഷണൽ തന്നെ ഓഫ് ആൽഫ 2. ഇപ്പൊ നമ്മൾ ഡബ്ല്യൂവിന്റെ ബേസിസ് ഇതായിരുന്നേ, ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ വരെയായിരുന്നു ഡബ്ല്യൂവിന്റെ ബേസിസ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയ. ഇനി ചോദ്യം ഇതാണ്, എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ 2 എന്താണ്? അതും 0 ആണ്. കാരണം ഇതേ ഡെഫിനേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഡെൽറ്റ ഐ ജെ ആണ്. ഈ ഐയും ജെയും സെയിം ആവുന്ന കേസിൽ മാത്രമേ അത് 1 ആവുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും അത് 0 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പം എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ 1, എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ 2 എക്സെട്ര എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ കെ എന്തായിരിക്കും? 0 അല്ലേ? എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ കെ 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഈ എഫ് കെ പ്ലസ് വൺ എവിടെയുള്ള എലിമെന്റാ? എഫ് കെ പ്ലസ് വൺ എവിടെയുള്ള എലിമെന്റാ? W നോട്ട്. ഡബ്ല്യു നോട്ട്. ഡബ്ല്യു നോട്ടിലുള്ള എലിമെന്റ്. കാരണം എഫ് കെ പ്ലസ് വൺ ഡബ്ല്യു നോട്ടിലുള്ള എലിമെന്റ് ആയിരിക്കും. കാരണം ഡബ്ല്യു നോട്ടിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും, അതെ സോറി, ഡബ്ല്യൂലുള്ള എല്ലാ എലിമെന്റ്സും, ഡബ്ല്യൂയിലെ എല്ലാ എലിമെന്റ്സും നമ്മൾ പറഞ്ഞ അവിടെ ശരിക്കും ഡബ്ല്യു എന്ന സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും എന്ത് കിട്ടി നമുക്ക്? അതിന്റെ എന്താ കിട്ടിയേ? ഡബ്ല്യു എന്ന സെറ്റിലുള്ള, ഡബ്ല്യു സെറ്റ് അല്ല, ഡബ്ല്യു നമ്മൾ സബ്സ്പേസ് എടുത്തല്ല, ഇത് നമ്മൾ ബേസിസ് എടുത്തല്ലേ? അതെ, ഈ സെറ്റ് ഇപ്പൊ അഥവാ എസ് ആണെങ്കിൽ ഈ സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും എന്ത് കിട്ടി? ഈ സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും ഇമേജ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും എഫ് കെ പ്ലസ് വൺ അണ്ടറിൽ. എഫ് കെ പ്ലസ് വൺ ബിലോങ്സ് ടു എസ് നോട്ട്, അല്ലേ? എസ് നോട്ട് അല്ലേ? ഡബ്ല്യു നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലോ, അവിടെ നമ്മൾ എത്തിയില്ലല്ലോ. ഈ എലിമെന്റ്സിനൊക്കെ നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് ശരിയാണ്. കാരണം ഇപ്പൊ നമ്മുടെ ഡെഫിനേഷൻ ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം എഫ് കെ പ്ലസ് വൺ എസ് നോട്ടിലുണ്ട്. ഇനി അതുപോലെ എഫ് കെ പ്ലസ് ടു എടുക്കുക. എഫ് കെ പ്ലസ് ടു എടുത്താൽ എന്ത് സംഭവിക്കും? എഫ് കെ പ്ലസ് ടു എടുത്തു കഴിഞ്ഞാൽ ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ എടുത്താൽ എന്താ വരിക? അതും 0 0 0 അല്ലേ വരിക, അല്ലേ? എഫ് കെ പ്ലസ് ടു ഓഫ് ആൽഫ 1, എഫ് കെ പ്ലസ് ടു ഓഫ് ആൽഫ 2 എക്സെട്ര എഫ് കെ പ്ലസ് ടു ഓഫ് ആൽഫ കെ പറഞ്ഞാൽ എന്താ വരിക? അതും 0 0 അല്ലേ വരിക? 0 ആണോ വരിക? അതെ. അതെ, 0 ആണ് വരിക. അപ്പൊ എഫ് കെ പ്ലസ് ടു പറഞ്ഞാൽ അതും എസ് നോട്ടിൽ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ പ്ലസ് വൺ, അതായത് എഫ് കെ പ്ലസ് വൺ, എഫ് കെ പ്ലസ് ടു എക്സെട്ര എഫ് എൻ വരെ ഏത് ഫംഗ്ഷൻസ് നിങ്ങൾ എടുത്താലും, ഇഫ് യു ഫൈൻഡ് എഫ് ഐ ഓഫ് ആൽഫ ജെ വെർ ജെ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും എഫ് ഐ ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, എഫ് ഐ ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് 0 കിട്ടും. ദിസ് ഫോളോസ് ദാറ്റ് ഫോർ ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ പ്ലസ് വൺ, ഒരു സ്റ്റെപ്പ് കൂടി വേണം എഴുതാം. ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ പ്ലസ് വൺ എടുക്കുക. അതുപോലെ ജെ ലെസ് ദാൻ ഈക്വൽ ടു കെ ആണെങ്കിൽ നിങ്ങളെ എഫ് ഐ ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. അതായത് ഈ എഫ് ഐസ് എല്ലാം എവിടെ ഉണ്ട്? ഈ എഫ് ഐസ് എല്ലാം നിങ്ങൾ എസ് നോട്ടിലുണ്ട്, എസ് നോട്ടിലുണ്ട്. ഓക്കെ, ഇനി പക്ഷെ നമുക്ക് ഡബ്ല്യു നോട്ടിന്റെ ബേസിസ് ആണെന്നാണ് നമ്മൾ ഇതിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ ആൾക്കാർ ഡബ്ല്യു നോട്ടിന്റെ ബേസിസ് എന്ന് പറയേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഈ ഡബ്ല്യുവിന്റെ ബേസിസ് ആണ് എന്ത്? ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ, അല്ലെ? ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ. അപ്പൊ ഞാൻ സപ്പോസ് ആൽഫേനെ നമുക്ക് ഡബ്ല്യുവിന്റെ ബേസിസ് ആണ് ആൽഫ 1, ആൽഫ 2 ആൽഫ കെ എങ്കിൽ ഡബ്ല്യൂയിലുള്ള ഏത് ആൽഫനെയും നമുക്ക് അവരുടെ ലീനിയർ കോമ്പിനേഷൻസ് ആക്കി എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ എഴുതിയ പോലെ എഴുതാൻ പറ്റും, അല്ലേ? ഏതൊരു ആൽഫ നിങ്ങൾ ഡബ്ല്യു എടുത്താലും അതിനെ നിങ്ങൾക്ക് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 എക്സെട്ര പ്ലസ് CK ആൽഫ കെ എഴുതാൻ പറ്റും. അപ്പോൾ ഓബിയസ്ലി നിങ്ങൾക്ക് അതും അറിയാം, എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് കെ പ്ലസ് വൺ ഓഫ് ഈ ഫുൾ വെക്ടർ വരും, അല്ലേ? അപ്പൊ അതെന്താ വരിക ശരിക്കും? അതിൽ എഫ് കെ പ്ലസ് വൺ ലീനിയർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് C1 ഇൻറ്റു എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് CK ഇൻറ്റു എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ കെ എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ 1 ടു ആൽഫ കെ എന്ന് പറഞ്ഞാൽ എല്ലാം സീറോസ് ആണ്. അപ്പോൾ ഇതെല്ലാം 0 ആയിപ്പോകും. എക്സെട്ര പ്ലസ് 0, അതായത് എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ഫോർ ഓൾ ആൽഫ ഇൻ
ഫോർ ഓൾ ആൽഫ ഓഫ് ദിസ് ഫോം. ഈ ഫോമിലെ എല്ലാ ആൽഫയും കൂടി ആ കളക്ഷൻ എന്താണ്? സ്പാൻ ഓഫ് ദിസ് സെറ്റ് എസ് എന്താണ്? സ്പാൻ ഓഫ് ആ സെറ്റ് എന്താണ്? ആൽഫ 1 ആൽഫ 2 സെറ്റ് ആൽഫ കെ. പറയാം. സ്പാൻ ഓഫ് ആൽഫ 1 ആൽഫ 2 സെറ്റ് ആൽഫ കെ എന്താ? ഇത് എന്തായിരുന്നു? ഇത് ബേസിസ് ഓഫ് ഡബ്ല്യു ആയിരുന്നില്ലേ? ആൽഫ 1 ആൽഫ 2 സെറ്റ് ആൽഫ കെ. അപ്പൊ സ്പാൻ ഓഫ് ആ സെറ്റ് എന്താ വരിക? പറഞ്ഞോളൂ. VL ആണോ? അല്ലല്ലോ, വി അല്ല വരിക, ഡബ്ല്യു അല്ല വരിക. കാരണം ഇത് ഡബ്ല്യുവിന്റെ ബേസിസ് അല്ലേ. അപ്പൊ ഡബ്ല്യുവിന്റെ ബേസിസ് അല്ലേ, അപ്പം ആ സെറ്റിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു അല്ലേ വരിക. അതെ. അതെ. സോ ഹിയർ വാട്ട് വി ഗെറ്റ് ഇസ്, ഏതൊരു ആൽഫയും ഈ ഫോമിൽ ഏതൊരു ആൽഫ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡബ്ല്യൂലെ എലിമെന്റ്സ് ആണ്. ഡബ്ല്യൂന്റെ ബേസിസിന്റെ സ്പാൻ അവിടെ ഇരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ആൽഫ ഓഫ് ദ ഫോം ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സ്പാൻ ഓഫ് ദിസ് സെറ്റ് ആൽഫ 1 ആൽഫ 2 സെറ്റ് ആൽഫ കെ. അപ്പൊ നമുക്കിവിടെ എന്താ കിട്ടുന്നത് വെച്ചാൽ, ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ പ്ലസ് 1 fi of alpha is 0 whenever alpha is of this form. അതായത് ഡബ്ല്യൂലുള്ള ഏത് എലിമെന്റിനും fi of alpha 0 ആയിരിക്കും, വേർ ഐ എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 കെ പ്ലസ് 2 എക്സെട്ര എൻ വരെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്താ കിട്ടുന്നത്? ഞങ്ങൾക്ക് വേണ്ട ഒരു ക്ലെയിമിൽ ഒരു ഭാഗം കിട്ടി. നമ്മളെ ക്ലെയിം ഇതായിരുന്നു, ഈ എഫ് കെ പ്ലസ് 1 എഫ് കെ പ്ലസ് 2 എക്സെട്ര എഫ് കെ പ്ലസ് എന്ന് പറഞ്ഞ ഈ സെറ്റ് ഈസ് എ ബേസിസ് ഫോർ എനിഹിലേറ്റർ ഡബ്ല്യു നോട്ട് എന്നാണ് കാണിക്കേണ്ടത്. അപ്പം അത് കാണിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതൊക്കെ ഈ ഡബ്ല്യു നോട്ടിന്റെ എനിഹിലേറ്റ് ചെയ്യുന്ന ആ എനിഹിലേറ്റിംഗ് ഫങ്ഷൻസ് ആണ് കാണിക്കണം. അതായത് എഫ് കെ പ്ലസ് 1 ഓഫ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇത് ബേസിസ് ആണെങ്കിൽ ഇത് ലിയർ ഇൻഡിപെൻഡന്റ് ആണ്, ഇത് ഡയമെൻഷൻ എന്നാണ് ടോട്ടൽ നമ്മൾ അതെ ഡയമെൻഷൻ എന്നാണ് അറിയാം, ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ക്ലെയിം ഇത്രയേ ഉള്ളൂ, ഇവർ അനിഹിലേറ്റിംഗ് ഫംഗ്ഷൻസ് ആണ് കാണിക്കണം. അതായത് എഫ് കെ പ്ലസ് 1 ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ഫോർ എവറി ആൽഫ ഇൻ ഡബ്ല്യു നമ്മൾ ആദ്യം കാണിക്കണം. അതാണ് നമ്മൾ ഇത്ര നേരം കാണിച്ചത്, ഈ പോർഷനിൽ കാണിച്ചത്. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഈ എഫ് 1 എഫ് 2 എക്സെട്ര എഫ് എന്ന് പറഞ്ഞാൽ ബേസിസ് ആണ് വി സ്റ്റാറിന്റെ. വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ലെറ്റ് ദിസ് ബി എ ബേസിസ് ഓഫ് വി സ്റ്റാർ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻസ് ആണ്, അല്ലെ? ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ് വി സ്റ്റാറിലുള്ള. അപ്പൊ എഫ് 1 എഫ് 2 എക്സെട്ര എഫ് എൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എഫ് കെ പ്ലസ് എക്സെട്ര എഫ് എൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? എഫ് 1 എഫ് 2 എക്സെട്ര എഫ് എന്ന് പറഞ്ഞാൽ വി സ്റ്റാർ എന്ന വെക്ടർ സ്പേസിലുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. പക്ഷെ അവർ ഫംഗ്ഷൻസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒരു വെക്ടേഴ്സ് ആണ്, വെക്ടർ സ്പേസിലെ എലിമെന്റ്സ് ആണ്, ഫംഗ്ഷൻസ് ആണ് അതുള്ള. അപ്പം എഫ് 1 എഫ് 2 എക്സെട്ര എഫ് എന്നുള്ള ബേസിസ് ആണെങ്കിൽ അതിന്റെ ഒരു സബ്സെറ്റ് നിങ്ങൾ എടുത്താൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുമോ? ആണല്ലോ, ആണ് അല്ലേ? അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ പണ്ട് പറഞ്ഞ കാര്യമാണ്. സോ ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടി, എഫ് കെ പ്ലസ് എക്സെട്ര എഫ് എൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അത് അലിഹേറ്റിംഗ് ഫംഗ്ഷൻസും ആണ്. ഇനി ജസ്റ്റ് ഒരു കാര്യം കാണിച്ചാൽ മതി, അതായത് സ്പാൻ ഓഫ് ഡബ്ല്യു നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ദേ സ്പാൻ ഡബ്ല്യു നോട്ട് എന്ന് കാണിച്ചാൽ മതി. ഡബ്ല്യു നോട്ടിന് ഏത് എഫ് എടുത്താലും ആ എഫിനെ നമുക്ക് ഈ എലിമെന്റ്സിന്റെ ടേംസിൽ എഴുതാൻ പറ്റുന്ന കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു ബേസിസ് ആണെന്ന് പറയാം. ഡബ്ല്യു നോട്ട് ഇതൊരു ബേസിസ് ആണ്, ഡബ്ല്യു നോട്ടിന്റെ ഒരു ബേസിസ് ആണ് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ആ സ്പാൻ ആണെന്നുള്ള സ്പാൻ ഡബ്ല്യു നോട്ട് എന്നുള്ള കണ്ടീഷൻ കാണിക്കണം. അതായത് ഏതൊരു എഫ് എടുത്താലും ആ എഫിനെ നിങ്ങൾക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. ഏതൊരു എഫ് നിങ്ങൾ വി സ്റ്റാറിന് എടുത്താലും, സോറി വി സ്റ്റാർ അല്ല, നമ്മളെ ഡബ്ല്യു നോട്ടിന് എടുത്താലും ആ എലിമെന്റിനെ നിങ്ങൾക്ക് ഈ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു വെക്ടർ സ്പേസ് വി ഓവർ എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിന്റെ കേസ് ആണെങ്കിൽ വി ഹാവ് പ്രൂവ്ഡ് ദിസ് that any f in v star ഒരു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന ബേസിസ് എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എഫ് 1 എഫ് 2 എക്സെട്ര എഫ് എന്നുള്ള ഡുവൽ ബേസിസ് കിട്ടും.
സച്ച് ദാറ്റ് ഏത് എഫിന് നിങ്ങൾക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോസ് എഫ് ബിലോങ്സ് ടു വി സ്റ്റാർ. ഓക്കെ, വി സ്റ്റാറിലുള്ളൊരു എഫ് എടുക്കാം. നമുക്കറിയാം വി സ്റ്റാറിൽ ഏത് എഫ് എടുത്താലും അതിനെങ്ങനെ എഴുതാൻ പറ്റും, അറിയാൻ പറ്റും. കാരണം നമുക്ക് സമ്മേഷൻ ഐ ഈക്വൽ 1 എഫ് ഓഫ് ആൽഫ ഐ ഇൻറ്റു എഫ് ഐ എഴുതാൻ പറ്റും. നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഈ എഫ് ഐ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും നമ്മൾ എന്തായിരുന്നു എഫ് ഐസ്, എഫ് ഓഫ് ആൽഫ ഐ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എഫ് ഓഫ് ആൽഫ ഐസ് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ എഫ് ഓഫ് ആൽഫ ഐസ് ആയിരുന്നു എ ഐസ്. ഓക്കെ, എ ഐസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ റിസൾട്ട് അല്ലേ. ഓക്കെ, ഇത് ശരിക്കും ഉദ്ദേശിക്കുന്ന എഫിന് നമുക്ക് എഫ് ഐ ടേംസിൽ എഴുതാൻ പറ്റും. അത് നമ്മൾ അന്നത്തെ കഴിഞ്ഞ ദിവസം റിസൾട്ട് വെച്ച് നമ്മൾ ഇത് എഴുതുന്നത്. ഇനി ഇഫ് എഫ് ഈസ് ഇൻ ഡബ്ല്യു സ്റ്റാർ, സോറി ഡബ്ല്യു നോട്ട്, വി ഹാവ് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഐ ഈസ് ഈക്വൽ ടു 0 ഫോർ എവറി ഐ ലെസ് ദാൻ ഈക്വൽ ടു കെ. അത് ശരിയാണോ? എഫ് ഡബ്ല്യു നോട്ടിൽ ഉണ്ടെങ്കിൽ എഫ് ഓഫ് ആൽഫ ഐ 0 ആയിരിക്കും ഫോർ ഓൾ ഐ ലെസ് ദാൻ ഈക്വൽ ടു കെ. അത് ശരിയാണോ? അതായത് എഫ് ഓഫ് ആൽഫ 1 0 ആയിരിക്കും, എഫ് ഓഫ് ആൽഫ 2 0 ആയിരിക്കും, എക്സെട്ര എഫ് ഓഫ് ആൽഫ ഐ ലെസ് ദാൻ ഈക്വൽ ടു കെ വരെ. അപ്പോൾ എഫ് ഓഫ് ആൽഫ കെ 0 ആയിരിക്കും. അത് ശരിയാണോ? ശരിയാണ്. കാരണം ഡബ്ല്യു നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡബ്ല്യു നോട്ടിലെ എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ഡബ്ല്യു ഉള്ള എലിമെന്റ്സിനെ എല്ലാം എങ്ങോട്ട് മാപ്പ് ചെയ്യണം? 0ലേക്ക് മാപ്പ് ചെയ്യണം. അപ്പോൾ ഡബ്ല്യുവിന്റെ ബേസിസ് എലിമെന്റ്സ് ആണ് ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറഞ്ഞാൽ. അതിൽ ഏത് എലിമെന്റ്സ് നമ്മൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ടേംസിലാണ് ജനറേറ്റ് എടുക്കുക, ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് അല്ലേ. അപ്പം obviously this is true. If f is in w naught, we have that f of alpha I is equal to 0 for all I less than equal to k. അങ്ങനെയെങ്കിൽ ഈ സമ്മേഷൻ എന്താവും? ഈ എഫ് വി സ്റ്റാറിലാണ്, വി സ്റ്റാറിന് സബ്സെറ്റ് ആണ് ഡബ്ല്യു നോട്ട്. ഓക്കെ, അപ്പൊ എഫ് വി സ്റ്റാറിലുണ്ട് നമുക്കറിയാം. പക്ഷെ ആ എഫ് ഡബ്ല്യു നോട്ടിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സമ്മേഷന്റെ അകത്തുനിന്ന് കുറച്ച് എഫ് ഓഫ് ആൽഫ 1 ആൽഫ ഓഫ് ആൽഫ 2 സെക്ടർ എഫ് ഓഫ് ആൽഫ കെ എന്തായിപ്പോ 0 ആയിപ്പോ. ഈ സമ്മേഷൻ ശരിക്കും എന്താ? എഫ് ഓഫ് ആൽഫ 1 ഇൻറ്റു എഫ് 1 പ്ലസ് എഫ് ഓഫ് ആൽഫ 2 ഇൻറ്റു എഫ് 2 എക്സെട്ര പ്ലസ് എഫ് ഓഫ് ആൽഫ കെ പ്ലസ് 1 ഇൻറ്റു എഫ് കെ പ്ലസ് 1 എക്സെട്ര പ്ലസ് എഫ് ഓഫ് ആൽഫ എൻ ഇൻറ്റു എഫ് എൻ. ഇങ്ങനെ ഉണ്ടാവുക ഈ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സമ്മേഷനിൽ ഇതൊക്കെ 0 ആണ്. അപ്പൊ എന്ത് പറ്റി? അത് എഫ് ഡബ്ല്യു നോട്ടിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം 0 ആണ്. അതായത് ഈ കേസിൽ ഇതൊക്കെ 0 ആയിപ്പോകും. ഈ കാണുന്ന 0 ആവും, ഇത് 0 ആവും, ഇത് 0 ആവും. ഇത് 0 ആവില്ല, ഇവിടെ വരെ 0 ആവും, ഈ എൻഡ് വരെ. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം നമുക്കറിയില്ല. ഓക്കെ, സോ എഫ് ഈസ് ഈക്വൽ ടു, സോ വാട്ട് ഹാപ്പൻസ്? എഫ് ഡബ്ല്യു നോട്ടിൽ ഉണ്ടെങ്കിൽ ഈ സമ്മേഷൻ ഒക്കെ 0 ആയി പോകുമ്പോൾ ബാക്കിയുള്ള മൊത്തം സമ്മേഷൻ ആവും എഫിന്റെ എഫ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ പോർഷനായി മാറും. ബാക്കിയുള്ള പോർഷൻ എന്താ? എഫ് ആൽഫ കെ പ്ലസ് 1 എഫ് കെ പ്ലസ് 1 എക്സെട്ര പ്ലസ് എഫ് ആൽഫ എൻ എഫ് എൻ. അതാണ് ഈ സമ്മേഷൻ എന്ന് പറയുന്നത്. സമ്മേഷൻ ഐക്വൽ കെ പ്ലസ് 1 ടു എൻ എഫ് ഓഫ് ആൽഫ എഫ് ഐ എന്ന് കിട്ടും. അതിന് മീനിങ് എന്താ? എഫ് വി നോട്ടിൽ ഉണ്ടെങ്കിൽ ആ എഫിനെ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഐസ് ആയിട്ട് എഴുതാൻ പറ്റും. വേർ ഐ വേരീസ് ഫ്രം കെ പ്ലസ് 1 ടു എൻ. അതായത് എഫ് കെ പ്ലസ് 1 എഫ് കെ പ്ലസ് 2 എക്സെട്ര എഫ് എൻ എന്ന് പറഞ്ഞ ആ എലിമെന്റ്സ് വെച്ച് നമുക്ക് ഏത് എഫിനെയും ജനറേറ്റ് ചെയ്യാം വേർ എഫ് ഈസ് ഇൻ ഡബ്ല്യു നോട്ട്. അതിന് മീനിങ് എന്താ? ഈ എലിമെന്റ്സ് ഇറ്റ് വിൽ സ്പാൻ ഡബ്ല്യു നോട്ട്. ഡബ്ല്യു നോട്ട് എന്ന സ്പേസിന് ഈ എലിമെന്റ്സ് സ്പാൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും കിട്ടി, ഈ എലിമെന്റ്സ് സ്പാൻ ചെയ്യുന്നു കിട്ടി. അപ്പൊ നമുക്ക് എന്തായി കൺക്ലൂഷൻ? വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ ബേസിസ്. അതായത് എഫ് കെ പ്ലസ് 1 എക്സെട്ര എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ ഡബ്ല്യു നോട്ട്. ഓക്കെ, ഇറ്റ്സ് എ ബേസിസ് ഫോർ ഡബ്ല്യു നോട്ട്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഡബ്ല്യുവിന്റെ ബേസിസിൽ നമ്മൾ കെ എലിമെന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു കെ ആയിരുന്നു. ബിന്റെ ഡയമെൻഷൻ നമ്മൾ എൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണിക്കേണ്ട എത്രയായിരുന്നു? ഡബ്ല്യു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഡയമെൻഷൻ ഓഫ് ബി എന്ന് കാണിച്ചാൽ മതി. ഇത് എൻ ആയിരുന്നു, ഇത് കെ ആയിരുന്നു. അപ്പൊ ഇത് എന്താ നമ്മൾ കാണിക്കേണ്ടത്? ശരിക്കും ഇത് എൻ മൈനസ് കെ ആണെന്നാ കാണിക്കേണ്ടത്. എന്നാലേ ഇത് എൻ ആവുള്ളൂ അല്ലെ? ഡബ്ല്യു
ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നോട്ട് എൻ മൈനസ് കെ ആയാൽ ഇത് ഈക്വൽ ടു എൻ എന്ന് കിട്ടും. അപ്പൊ ഇതായിരുന്നു നമുക്ക് കാണിക്കേണ്ടത്. നമ്മൾ കാണിച്ചോ? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നോട്ട് നമുക്ക് എൻ മൈനസ് കെ എന്ന് കിട്ടുന്നുണ്ടോ? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നോട്ട് എൻ മൈനസ് കെ എന്ന് കിട്ടും. ഇവിടെ എത്ര എലിമെന്റ്സ് ഉണ്ട് ഇതിനകത്ത് ഈ ബേസിസിൽ? എൻ മൈനസ് കെ അല്ലല്ലോ അല്ലേ? എൻ മൈനസ് കെ പ്ലസ് വൺ എലിമെന്റ്സ് ഉണ്ട്. അതായത് എൻ മൈനസ് കെ മൈനസ് 1 പ്ലസ് 1, അതായത് എൻ മൈനസ് കെ എലിമെന്റ്സ് ഉണ്ടാവും ഈ സെറ്റിൽ. ശരിയല്ലേ? ഇതെങ്ങനെ ഈ പ്ലസ് 1 വന്നത് മനസ്സിലായോ? ഈ എഫ് കെ പ്ലസ് എക്സെട്ര എഫ് എൻ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് എങ്ങനെ കാണാം നമ്മൾ? ഇപ്പൊ എൻ പ്ലസ് 1, എൻ പ്ലസ് 2, എൻ പ്ലസ് 1, എൻ പ്ലസ് 2 എക്സെട്ര 2n. ഇത് എത്ര എലിമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ n plus 1 elements. n plus 1 എലിമെന്റ്സ് ഉണ്ട്. എങ്ങനെ കിട്ടിയ? 2n എന്ന് n മൈനസ് ചെയ്ത് പിന്നെ പ്ലസ് 1 ചെയ്താൽ പോരെ ടോട്ടൽ നമ്പർ കിട്ടാൻ? എന്തിനാ ഈ പ്ലസ് 1 ചെയ്യുന്നത്? എങ്ങനെ? എന്തായിരുന്നു? അടുത്തടുത്ത നമ്പേഴ്സ് അല്ലേ കണ്ടിന്യൂസ് ആയി പോകുന്നല്ലേ? n പ്ലസ് 1 n പ്ലസ് 2. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് അതെ, നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് നമ്പറിന്ന് ആ നമ്പർ മൈനസ് ചെയ്തിട്ട് ഒന്ന് കൂട്ടിയാൽ ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് കിട്ടും. ഓക്കെ, സോ ഹിയർ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ കേസിൽ എൻ മൈനസ് കെ ആണ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നോട്ട് എന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ. അപ്പം നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തു. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു നോട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഡയമെൻഷൻ ഓഫ് കെ ആയിരിക്കും. ഇനി ഒരു രണ്ട് കൊറോളറി ഉണ്ട് ഈ തിയറത്തിന്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത് വെച്ചാൽ ഡബ്ല്യു ഇസ് എ കെ ഡയമെൻഷണൽ സബ്സ്പേസ് ഓഫ് എൻ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി, then W is the intersection of n minus k hyperspaces in V. അത് W ഒരു k dimensional subspace ആണ് of an n dimensional vector space V എങ്കിൽ W എന്ന് പറയുന്നത് ഒരു n minus k ഹൈപ്പർസ്പേസുകളുടെ ഇന്റർസെക്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലീനിയർ ഫംഗ്ഷനിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഹൈപ്പർ സ്പേസ് ആയിരിക്കും അല്ലേ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹൈപ്പർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ വി മൈനസ് 1, വി എന്ന വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ n ആണെങ്കിൽ n മൈനസ് 1 ഡയമെൻഷൻ വരുന്ന സബ്സ്പേസ് കൂടെ നമ്മൾ ഹൈപ്പർ സ്പേസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഈ തിയറത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു കൊളറിയാണ്. അതായത് ഡബ്ല്യു ഒരു കെ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. കെ ഡയമെൻഷണൽ സബ്സ്പേസ് ഓഫ് എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ഡബ്ല്യു ഈസ് ഇന്റർസെക്ഷൻ ഓഫ് എൻ മൈനസ് കെ ഹൈപ്പർ സ്പേസസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. If W is exactly a set of vectors alpha such that, yeah, so if W is a k-dimensional subspace of an n-dimensional vector space V, നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രൂഫ് വെച്ച് നമ്മൾ ഇതിന് കാണണം, ഈ റിസൾട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ കഴിഞ്ഞ പ്രൂഫിൽ കഴിഞ്ഞ ഒരു തിയറത്തിൽ നമ്മൾ പറഞ്ഞ ഇതൊക്കെയായിരുന്നു. W എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന സെറ്റിന്റെ സ്പാൻ, അതായത് ഇതാണ് ഡബ്ല്യുവിന്റെ ബേസിസ്. പിന്നെ ഇതിന്റെ അനിഹിലേറ്റിംഗ് സെറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്, അത് അനിഹിലേറ്റിംഗ് ഫംഗ്ഷൻസ് കണ്ടുപിടിച്ചത് എഫ് കെ പ്ലസ് 2 എക്സെട്ര എഫ് എൻ ആയിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത് നമ്മളെ ഡബ്ല്യു നോട്ടിന്റെ ബേസിസ്, എഫ് കെ പ്ലസ് 1 എക്സെട്ര എഫ് കെ പ്ലസ് 2 എക്സെട്ര എഫ് എൻ. അപ്പോൾ അത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ആ പ്രൂഫ് തന്നെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഡബ്ല്യു ഇസ് എൻ കെ ഡയമെൻഷണൽ വെക്ടർ, W is a k dimensional vector space. അതിന്റെ ബേസിസിൽ k എലിമെന്റ്സ് ഉണ്ട്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. എങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഈ W എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി സെറ്റ് ഓഫ് വെക്ടേഴ്സ് സച്ച് ദാറ്റ് fi of alpha is equal to 0 where I is equal to k plus 1 etc n. അത് ശരിയാണോ? W is exactly set of vectors alpha such that fi of alpha is equal to 0 where I is equal to k plus 1 etc n. അത് ശരിയാണോ? കാരണം നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞിട്ടായിരുന്നു W ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ആണെങ്കിൽ ഒരു കെ ഡയമെൻഷണൽ സബ്സ്പേസ് ഓഫ് വെക്ടർ സ്പേസ് വി ആണെങ്കിൽ ഇങ്ങനെ ഒരു അനിഹിലേറ്റിംഗ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് ആ ഡബ്ല്യു നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എഫ് കെ പ്ലസ് 1 എഫ് കെ പ്ലസ് 2 എക്സെട്ര എഫ് എൻ എന്ന് പറഞ്ഞാൽ ആ സെറ്റ് സ്പാൻ ചെയ്യുന്ന സ്പേസ് ആയിരിക്കും.
ഡബ്ല്യു നോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിലുള്ള എലിമെന്റ്സ് നമുക്ക് അപ്പം എന്താ പറയാൻ പറ്റുക, ഈ അപ്പോൾ ഒബ്വിയസ്ലി എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ വൺ, എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ ടു, എക്സെട്ര എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ കെ എല്ലാം സീറോസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഏതൊരു ആൽഫ നിങ്ങൾ ഡബ്ല്യു എടുത്താലും ആ ആൽഫ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സം സി വൺ ആൽഫ വൺ പ്ലസ് സി ടു ആൽഫ ടു എക്സെട്ര പ്ലസ് സി കെ ആൽഫ കെ എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ എഫ് ഐ ഓഫ് ആൽഫ കാണുകയാണെങ്കിൽ ഒബ്വിയസ്ലി സീറോ ആയിരിക്കും. ഫോർ ഓൾ ഐ ഈക്വൽ ടു കെ പ്ലസ് വൺ എക്സെട്ര അപ് ടു എൻ. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട് സംഭവം, അങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് അറിയാം എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ സീറോ ആണ്. ഇതന്നെ ഞാൻ പറഞ്ഞ തന്നെ, എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ ഇസ് സീറോ എല്ലാം കിട്ടും. അപ്പൊ ഡയമെൻഷൻ ഓഫ് എൻ എഫ് കെ പ്ലസ് വൺ എന്താ വരിക? ഇവിടെ ഡയമെൻഷൻ ഓഫ് വി മൈനസ് വൺ ഇതിന്റെ ശരിയാണോ? നൾ സ്പേസ് ഓഫ് എൻ എഫ് കെ പ്ലസ് വൺ എന്താ വരിക? നമുക്ക് ഇത്രയും കാണിക്കേണ്ട, ശരിക്കും ഡബ്ല്യു എന്ന് പറഞ്ഞാല് കുറച്ച് ഹൈപ്പർ സ്പേസുകളുടെ ഇന്റർസെക്ഷൻ ആണ് പറയുന്നത്. ഒരു എൻ മൈനസ് കെ നമ്പർ ഓഫ് ഹൈപ്പർ സ്പേസുകളുടെ ഇന്റർസെക്ഷൻ ആണ് ഡബ്ല്യു എന്നാ കാണിക്കുന്നത്. ഡബ്ല്യു ഒരു കെ ഡയമെൻഷണൽ സബ്സ്പേസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടർ സ്പേസ് എടുക്കുക, അതിൻ്റെ അകത്ത് ഒരു കെ ഡയമെൻഷണൽ ഒരു സബ്സ്പേസ് നിങ്ങൾ എടുക്കുകയാണ് ഡബ്ല്യു എന്നിട്ട്, അങ്ങനെയാണെങ്കിൽ ആ ഡബ്ല്യു എന്തായാലും ഏതൊക്കെയോ എൻ മൈനസ് കെ ഹൈപ്പർ സ്പേസുകളുടെ ഇന്റർസെക്ഷൻ ആയിരിക്കും ആ ഡബ്ല്യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഡയമെൻഷൻ ഓഫ് എൻ എഫ് കെ പ്ലസ് വൺ എന്തായിരിക്കും? നൾ സ്പേസ് ഓഫ് എഫ് കെ പ്ലസ് വൺ. നൾ സ്പേസ് ഓഫ് എഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ ഫോർ വിച്ച് എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ ആൽഫ ഫോർ വിച്ച് എഫ് കെ പ്ലസ് വൺ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു സീറോ. നമുക്കറിയാം ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അതിന് നൾ സ്പേസ് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പർ സ്പേസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ സീറോ ഫംഗ്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോൺ സീറോ ഫംഗ്ഷൻസ് ആണ്. എഫ് കെ പ്ലസ് വൺ എക്സെട്ര എഫ് എന്ന് പറഞ്ഞാൽ നോൺ സീറോ ഫംഗ്ഷൻസ് ആണ്. അല്ലെങ്കിൽ അത് ലിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, സീറോ ഫംഗ്ഷൻസ് ആണെങ്കിൽ. അപ്പം ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇതെല്ലാം നോൺ സീറോ ഫംഗ്ഷൻസ് ആണ്. എല്ലാവരും ഡയമെൻഷൻ നമുക്ക് ഡയമെൻഷൻ ഓഫ് വി മൈനസ് വൺ ആയിരിക്കും അല്ലേ? കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ലീനിയർ ഫംഗ്ഷനുടെ നള്ളിറ്റി പറഞ്ഞാൽ എൻ മൈനസ് വൺ വരുന്നത്, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി എൻ മൈനസ് വൺ വരുന്നത്. അപ്പൊ ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രൂഫിൽ കെക്ക് എൻ മൈനസിന് എടുക്കാം. കഴിഞ്ഞ പ്രൂഫിൽ നമ്മൾ കെക്ക് എൻ മൈനസിന് എടുക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ പ്രൂഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ മൈനസ് വൺ എടുത്തു, ആൽഫ വൺ ആൽഫ ടു സെക്ടർ ആൽഫ എൻ മൈനസ് വൺ ഇപ്പൊ നമ്മളെ ഡബ്ല്യൂന്റെ ബേസിസ്. അങ്ങനെയെങ്കിൽ ഡബ്ല്യു നോട്ട് എന്താ വരിക? കഴിഞ്ഞ പ്രൂഫിൽ നോക്കുകയാണെങ്കിൽ കെക്ക് എൻ മൈനസിന് കൊടുത്താൽ അത് എൻ മൈനസ് വൺ പ്ലസ് വൺ, അതായത് എഫ് എൻ വരും. അപ്പൊ ഡബ്ല്യു നോട്ടിലാകെ ഒരു എലിമെന്റ് വരും, എഫ് എൻ. Okay, if you take k equal to n minus 1, then we can see that w is null space of fn. w null space ആണ് fn ന്റെ. കാരണം കഴിഞ്ഞ പ്രൂഫിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പറഞ്ഞത് ഈ ഡബ്ല്യു നോട്ട് എന്ന് ശരിക്കും എന്താ? അനിഹിലേറ്റിംഗ് സെറ്റ് ഓഫ് ഡബ്ല്യു അല്ലേ? അതായത് ഈ ഡബ്ല്യു നോട്ടിലുള്ള ഏത് എലിമെന്റ്സ് എടുത്തിട്ട് അതിന്റെ നിങ്ങൾ ഇതിന്റെ ഇമേജ് കാണുകയാണെങ്കിൽ എന്താ വരിക? സീറോ വരും. എഫ് എൻ ഓഫ് ആൽഫ ടു സീറോ വരും, എക്സെട്ര എഫ് എൻ ഓഫ് ആൽഫ എൻ മൈനസ് വൺ എന്ത് വരും? സീറോ വരും. അപ്പൊ ശരിക്കും എന്താ? സെറ്റ് ഓഫ് ഓൾ ഈ ഇതിലുള്ള എല്ലാ എലിമെന്റ്സിനെയും ഇവർ ഈ എഫ് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? സീറോയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ നൾ സ്പേസിന്റെ ഡെഫിനിഷൻ എന്താ? സെറ്റ് ഓഫ് ഓൾ ആൽഫ ഫോർ വിച്ച് ടി ആൽഫ ഇസ് ഈക്വൽ ടു സീറോ അല്ലെ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ ടിക്ക് പകരം എഫ് എൻ ആണ്. സെറ്റ് ഓഫ് ഓൾ ആൽഫ ഫോർ വിച്ച് എന്താ പറയാ, ടി ആൽഫ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ശരിക്കും എന്താ വരിക വെച്ചാൽ ഈ കേസിൽ നമ്മൾ കെക്ക് എൻ മൈനസിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് എഫ് എന്ന് വരും. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് എഫ് എന്ന് വരും. അപ്പം ഈ എല്ലാ സബ്സ്പേസുകളും, അതായത് എഫ് കെ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നൾ സ്പേസ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന നൾ സ്പേസ്, അങ്ങനെ എഫ് എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന നൾ സ്പേസ് എല്ലാത്തിന്റെയും സബ്സെറ്റ് ആയിരിക്കും ഈ ഡബ്ല്യു എന്ന സെറ്റ്. ആൻഡ് കെ ഈക്വൽ ടു എൻ മൈനസിന്റെ കേസിൽ ഡബ്ല്യു തന്നെയായി മാറും. അപ്പൊ എല്ലാ കേസുകളിലും ഈ എല്ലാ ഹൈപ്പർ സ്പേസുകളുടെയും കേസിൽ നമുക്ക് എന്താ പറയാ, അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ഡബ്ല്യു പറഞ്ഞ സ്പേസ് തന്നെ കിട്ടും. കാരണം കെ ഈക്വൽ ടു സ്പെസിഫിക്കലി കെ ഈക്വൽ ടു എൻ മൈനസ് ആവുന്ന കേസിൽ നൾ സ്പേസ് പറഞ്ഞാൽ ഈ ഡബ്ല്യു എന്നായി മാറും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും നമ്മൾ പറയുന്നത്. ഏതൊരു ഡബ്ല്യു നിങ്ങൾ എടുത്താലും, അത് ഏത് ജനറൽ വെക്ടർ സ്പേസ് എടുത്താലും അതിൻ്റെ അകത്ത് ഒരു ഡബ്ല്യു ഒരു കെ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് സബ്സ്പേസ് എടുക്കുകയാണെങ്കിൽ
അത് ഏതൊക്കെയോ ഒരു n-k ഹൈപ്പർ സ്പേസുകളുടെ ഇന്റർസെക്ഷൻ ആയിരിക്കും. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ കളറിൽ പറയുന്നത്. ഇതിന്റെ ഒരു റിസൾട്ടും കൂടി ഉണ്ട്. അതും ഡയറക്റ്റ് പ്രൂഫാണ്. അത് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. അത് ഞാൻ എടുക്കുന്നില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. അപ്പം പിന്നെ കുറച്ച് ടൈമായി. ഇതാണ് റിസൾട്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അത് നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമുക്ക് എടുത്തൂടെ? ഒരു 5 മിനിറ്റ്. ഇപ്പോൾ ക്ലാസ് ഉണ്ടോ? എന്താ മീൻസ് ഇപ്പൊ ഇനി 3:30 അങ്ങനെ ക്ലാസ് എന്താ ഉണ്ടോ? 4 മണിക്ക് ഇങ്ങോട്ട്? ഇല്ല സർ, ക്ലാസ് ഇല്ല. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? കുഴപ്പമുണ്ടോ? അപ്പൊ ഇവിടെ ഇതെന്താ പറയുന്നത് വെച്ചാൽ W1 and W2 സബ്സ്പേസ് ഓഫ് 5 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ then W1 is equal to W2 if and only if W1 ന്റെ annihilator is equal to W2 ന്റെ annihilating set. W1 not is equal to W2 not ആണ് if and only if W1 equal to W2. ഇപ്പോൾ രണ്ട് സെറ്റും സെയിം ആണെങ്കിൽ ഓബിയസ്ലി W1 നോട്ട് കണ്ട W2 നോട്ട് തന്നെ ആയിരിക്കും. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഡയറക്റ്റ് കോൺസെപ്റ്റ് അല്ലേ? ഒരു സെറ്റ് നിങ്ങൾ എടുത്തു, നിങ്ങൾ അതിന്റെ അനിഹിലേറ്റിംഗ് സെറ്റ് കണ്ടു W നോട്ട്. വേറെ സെറ്റ് എടുത്തു, അതിന്റെ അനിഹിലേറ്റിംഗ് സെറ്റ് കണ്ടു V നോട്ട്. അപ്പൊ ഇത് രണ്ടും ഒരേ സെറ്റ് ആണെങ്കിൽ ഇത് രണ്ട് സെയിം ആയിരിക്കണമല്ലോ, മാറാൻ പാടില്ല. അപ്പോൾ W1 is equal to W2 then this is true. ഇനി നമുക്ക് തിരിച്ച് കാണിക്കേണ്ടത് വെച്ചാൽ W1 നോട്ട്, ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. W1 equal to W2 only if W not equal to W2 not എന്ന് പറയും അല്ലേ? നമ്മൾ ഈ if and only if എന്ന് പറഞ്ഞാൽ ശരിക്കും നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയാം അല്ലേ? അതായത് ഇത് ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? അതായത് W1 is equal to W2 only if W1 not equal to W2 not. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തത്. if then. അത് നിങ്ങൾക്ക് അറിയോ? ഇതിനെ പറ്റി ക്ലിയർ ആയിട്ട് അറിയോ? ഈ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ if and only if പ്രൂവ് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ശരിക്കും അറിയോ? നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. താല്പര്യം ഉണ്ടോ? അത് A if and only if B എന്ന് പറയുമ്പോൾ A if and only if B എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. A is true only if B is true and A is true if B is true. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ എന്താ പറയാ ക്ലബ് ചെയ്ത് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയും. അതായത് ബി എന്റെ നെസസറി കണ്ടീഷൻ ആണ്. ബി ഇങ്ങനെ എ ഈസ് ട്രൂ ഇഫ് ബി ഈസ് ട്രൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ബി ഈസ് ആക്ച്വലി എ സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എ. അതായത് എ ഇഫ് ബി ശരിയാണെങ്കിൽ എ ശരിയായിരിക്കും, അത്രേ ഉള്ളൂ. ഇഫ് ബി ശരിയാണെങ്കിൽ എ ശരിയായിരിക്കും. അതായത് എ ട്രൂ ആവാൻ ഒരു സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് ബി എന്ന് പറയാൻ പറ്റും. പക്ഷെ എ ഈസ് ട്രൂ ഓൺലി ഇഫ് ബി ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ അത് ബി നെസസറി കണ്ടീഷൻ ആണ്. അതായത് ബി എന്തായാലും ട്രൂ ആവണം, എന്നാലേ ഉള്ളൂ എ ട്രൂ ആവുള്ളൂ. മനസ്സിലായോ? അത് എ ട്രൂ ആണ് ഓൺലി ഇഫ് ബി ഈസ് ട്രൂ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. അതായത് ഇഫ് എ ഈസ് ട്രൂ ഓൺലി ഇഫ് ബി ഈസ് ട്രൂ പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ബി ഈസ് ട്രൂ എന്നാണ്. അതായത് എ ട്രൂ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി ട്രൂ ആയിരിക്കണം. കാരണം ബി ഒരു നെസസറി കണ്ടീഷൻ ആണ്. എ ട്രൂ ആവാൻ ഉള്ളൊരു നെസസറി കണ്ടീഷൻ ആണ് ബി. എ ശരിയാവണമെങ്കിൽ ബി എന്തായാലും ശരിയായേ പറ്റൂ. അപ്പോൾ ഓബിയസ്ലി എ ശരിയാണെങ്കിൽ എന്ത് ഇംപ്ലൈ ചെയ്യും? ബി ശരിയാണെന്ന്. അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈക്വലി ഇപ്പം നിങ്ങൾ ഏത് സബ്ജക്റ്റിലായാലും നിങ്ങൾ ഇത് പ്രൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം. അതാണ് നമ്മൾ ശരിക്കും ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണെന്ന് നമ്മൾ വിചാരിച്ച് അങ്ങോട്ട് പ്രൂഫൊക്കെ പണ്ട് എഴുതാറാണ് ചെറുപ്പത്തിൽ. അത് ഇഫ് അവിടെ പറഞ്ഞത് ഇഫ് ദിസ് ഇസ് ട്രൂ ദെൻ ദിസ് ഇസ് ട്രൂ എന്ന്. ശരിക്കും ഇവിടെ പ്രൂവ് ചെയ്യുന്നത് നമ്മൾ എന്താ വെച്ചാൽ ഇഫ് ദിസ് ഇസ് ട്രൂ ഓൺലി ഇഫ് ദിസ് ഇസ് ട്രൂ. ഓക്കെ, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓൺലി ഇഫ് ദിസ് ഇസ് ട്രൂ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അത് നെസസറി കണ്ടീഷൻ ആണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. ഇനി നമ്മൾ സഫിഷ്യന്റ് കാണിക്കണം. സഫിഷ്യന്റ് കാണിക്കുന്ന മീനിങ് എന്താ? ഇത്രയും കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ബി ശരിയാണെങ്കിൽ എ ശരിയായിരിക്കും. രണ്ടാമത് പറഞ്ഞ ബി ശരിയാണെങ്കിൽ എ ശരിയായിരിക്കും എന്ന് കാണിച്ചാൽ മതി. ഈ ബി ശരിയാണെന്താ മീനിങ്? ഇവിടെ ബി ശരിയാണെന്താ? W1 നോട്ട് ഇസ് ഇക്വൽ W2 നോട്ട് ആണെങ്കിൽ എ ശരിയാവണം. ദെൻ വാട്ട് ഷുഡ് ഫോളോ? ദെൻ എ ഈസ് ട്രൂ. അതായത് W1 ഈക്വൽ ടു W2 ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ സഫിഷ്യന്റ് കണ്ടീഷൻ. അതായത് ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാകും എന്ന് പറയുമ്പോഴാണ് ബി സഫിഷ്യന്റ് കണ്ടീഷനായി മാറുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ രണ്ടാമത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് W നോട്ട് ഈക്വൽ W2 നോട്ട് ആണെങ്കിൽ W1 ഈക്വൽ ടു W2 എന്ന് കാണിക്കണം. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേറെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അതായത് ഇഫ്
അപ്പം ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് ക്യൂ ഷുഡ് ഇംപ്ലൈ നെഗേഷൻ ഓഫ് പി. ഓക്കെ, അതായത് ഇത് then ഇത് ആണെങ്കിൽ നെഗേഷൻ ഓഫ് ദിസ് ഷുഡ് ഇംപ്ലൈ നെഗേഷൻ ഓഫ് ദിസ്. അതായത് W1 നോട്ട് ഈക്വൽ ടു W2 ആണെങ്കിൽ W1 നോട്ട് ഷുഡ് ബി നോട്ട് ഈക്വൽ W2 നോട്ട്. അതാണ് നമ്മളിവിടെ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് പോർഷനിൽ. പ്രൂഫ് ഒക്കെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇത് എടുക്കുന്ന ഇതുകൊണ്ടൊക്കെയാണ് കാരണങ്ങൾ. അപ്പം W1 W2 ഡിഫറെന്റ് ആണെങ്കിൽ W1 നോട്ട് ഇസ് നോട്ട് ഈക്വൽ W2 നോട്ട് എന്ന് കാണിച്ചാൽ സഫിഷ്യൻ കണ്ടീഷനും പ്രൂവ് ആയി. അപ്പൊ ഈക്വൽ ലീഫ് ആയിട്ട് പ്രൂവ് ആയി. അങ്ങനെയാണ് നമ്മൾ പ്രൂഫ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇഫ് W1 ഇസ് നോട്ട് ഈക്വൽ W2 then there exists. ഇപ്പൊ W1 W2 സെയിം അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഒരു ആൽഫ അവിടെ ഉണ്ടാവും, W2 ഉണ്ടാവും, ആൽഫ ഇസ് നോട്ട് ഇൻ W1 അല്ലേ. രണ്ട് സെറ്റ് സെയിം അല്ലെങ്കിൽ എന്തായാലും ഒരു സെറ്റിൽ നിങ്ങൾക്ക് ഒരു എലിമെന്റിനെ കാണാൻ പറ്റും വിച്ച് ഇസ് നോട്ട് ഇൻ സെക്കൻഡ് സെറ്റ്. അത് ശരിയാണല്ലോ. ബട്ട് there exists a linear functional f such that f of beta is equal to 0 for all beta in W1. ഇപ്പൊ W1ലുള്ള എല്ലാ എലിമെന്റ്സിനും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എഫ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, there exists a linear functional f such that f of beta is equal to 0 for all beta in W1 and f of alpha is not equal to 0. ആ എഫ് എന്ന് പറഞ്ഞാൽ W1ലെ എലിമെന്റ്സിനെ എല്ലാം സീറോയിലേക്ക് മാപ്പ് ചെയ്യും. പക്ഷെ ആൽഫ W1 അല്ലാത്തതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് ആൽഫ സീറോ ആയിരിക്കില്ല. അതിന്റെ മീനിങ് എന്താ, യു ഗെറ്റ് എലിമെന്റ് എഫ് ഇൻ W1 നോട്ട്. അതായത് W1 നോട്ടിൽ ഒരു എഫ് കിട്ടും വിച്ച് ഇസ് നോട്ട് ഇൻ W2 നോട്ട്. കാരണം W2 നോട്ടിൽ എഫ് ഉണ്ടായിരുന്നെങ്കിൽ എഫ് ഓഫ് ആൽഫയും സീറോ ആണായിരുന്നു. So you get an f in W1 naught which is not in W2 naught. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഇവിടെ എലിമെന്റ് കിട്ടി, ഈ സെറ്റിലെ എലിമെന്റ് കിട്ടി വിച്ച് ഇസ് നോട്ട് ഇൻ ദിസ് സെറ്റ്. അപ്പൊ ഈ രണ്ട് സെറ്റും സെയിം അല്ല. അപ്പൊ W1 naught is not equal W2 naught. So proof is very simple proof. വളരെ സിമ്പിൾ ആയിട്ട് പ്രൂഫ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ തിയറത്തിന്റെ രണ്ട് പ്രോഗ്രസ് വരുന്നത്. ഓക്കെ, സോ ഓക്കെ, എന്ത് സംശയങ്ങൾ ചോദിക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. If you have any queries, you can ask. എത്ര പേരായി ക്ലാസ്സിലുള്ളത്? ഓക്കെ, 2 3 4 5 6 7 8. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ടൈം ബുദ്ധിമുട്ടുണ്ടോ? ഈ 2 to 3 ടൈം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ് ഈ സമയത്ത്? ബാക്കി കുറച്ച് പേരൊക്കെ മീൻസ് 8 പേരെ കാണുന്നുള്ളൂ, ബാക്കി ഇനി 9 പേര് ക്ലാസ്സിലില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ ടൈം ബുദ്ധിമുട്ടുള്ള ടൈമാണോ 2 to 3 പറഞ്ഞാൽ? ബുദ്ധിമുട്ടില്ല സാർ. എല്ലാവരും കഴിഞ്ഞ എല്ലാരും പോകും ക്ലാസ്സിന്റെ. ഓ, എന്താ പറ്റി 3 PM കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വേറെ മീൻസ് അടുത്ത ക്ലാസ്സിൽ നിന്ന് വരുന്നുണ്ടോ? അതായത് നോമ്പായോണ്ട് കുറെ വീട്ടിലെ കിച്ചണിലൊക്കെ ജോലി കാണും. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം അതിന് മുമ്പേ ആണോ? 1 to 2 ആണോ? എങ്ങനെയാണ് നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ 1:30 to 2:30 അല്ലെങ്കിൽ 1:30? ഓക്കെ, എനിവേ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ നോക്കാം. കാരണം നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും ക്ലാസ് ചെയ്യുമ്പോൾ. മീൻസ് ഒബ്വിയസ്ലി ഇത് ഓൺലൈൻ ക്ലാസ് അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും കോളേജിലുണ്ടാവും. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കുഴപ്പമില്ല, നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ പോർഷനിലുണ്ടെങ്കിൽ ചോദിക്കാം. ഈ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഈ 3 പോർഷൻസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. You can ask doubts in this. ഈ സെക്ഷൻ കഴിഞ്ഞു സർ. ഈ സെക്ഷനിൽ ഇനി ഒരു കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് എനിഹിലേറ്ററിന്റെ 2 എക്സാമ്പിൾസ് ഉണ്ട്. അത് ജസ്റ്റ് ഡയറക്റ്റ് എക്സാമ്പിൾസ് ആണ്. ലീനിയർ ഫംഗ്ഷൻസിന്റെ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ W നോട്ട് എന്ന് അറിയാൻ ഒരു, അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ ചെയ്താൽ അതുപോലത്തെ ഒരു എക്സാമ്പിൾ അത്ര കുറച്ച് വലിയ എക്സാമ്പിൾ ആണ് വ്യത്യാസമുള്ളൂ. നിങ്ങൾ എക്സാമ്പിൾ 23 നോക്കുകയാണെങ്കിൽ അതിൽ ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. F1 F2 F3 നിങ്ങളോട് കാണാൻ പറഞ്ഞു W നോട്ട് എന്താണ്. അപ്പൊ ഈ ഫംഗ്ഷണൽസ് അനിഹിലേറ്റ് ചെയ്യുന്ന സബ്സ്പേസ് ഏതാണെന്ന് കാണാൻ പറയുന്നത്. അത് സോൾവ് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്.
So anything else from this what we have discussed, you can ask. Otherwise, we'll stop for today. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഒന്നുകൂടി കാണുക. ക്ലാസ് കാണുന്നത് കുറവാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ക്ലാസ്സൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ. നമ്മൾ ഈ MSc പ്രശ്നമാണ്. MSc നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു പുകയായി തോന്നും കംപ്ലീറ്റ്. ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു കണ്ടീഷൻ വരാൻ കാരണം നമ്മൾ ആദ്യം പോലെ ഫോളോ അപ്പ് ചെയ്യാതെ. അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ മാർച്ചിൽ നമ്മൾ ക്ലാസ് തുടങ്ങി. മാർച്ച് 15 ക്ലാസ് തുടങ്ങി. ഇപ്പൊ ഏകദേശം ഒരു മാസം കഴിഞ്ഞു. 26-ാം തീയതി ആവാനായി. നമ്മൾ ഇപ്പൊ ഇന്നത്തേക്ക് 20 ക്ലാസ് പ്ലസ് ഒരു 2 ക്ലാസ് എക്സ്ട്രാ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. ക്ലാസ്സസ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് വായിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് വായിക്കുക എന്നുള്ള ശീലം എന്തായാലും വേണം. ഞാൻ പറയുന്ന ക്ലാസ് അല്ലാതെ ടെക്സ്റ്റ് ബുക്കുകളും വായിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് കാണാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ക്ലാസ് കാണുക, എന്നിട്ട് ക്ലാസ്സുകൾ കാണണം. അതായത് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും മുമ്പോട്ട് പോകുമ്പോൾ. അതിന്റെ ഒരു അടുത്ത സെക്ഷനിൽ ഒരു ഡബിൾ ഡുവൽ സ്പേസ് ഉണ്ട്. അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മളത് എന്താ പറയാ, പഴയ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു പടി ഇങ്ങനെ കയറി പോവാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ റീഡ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ഓക്കെ, സോ ട്രൈ ടു റീഡ് ആൻഡ് ട്രൈ ടു ലിസൺ ടു ദ ക്ലാസ്സസ്. ഓക്കെ, നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു. Okay, thank you, sir.